ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഏതായാലും ഇന്ന് നമ്മളോടൊപ്പം ഗസ്റ്റായിട്ട് ചേരുന്നത് റിസർച്ച് ഹെഡ് ആയിട്ടുള്ള മിസ്റ്റർ സൂരജ് നായർ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. ഗുഡ് മോർണിംഗ് അനില. സർ, വിഷു ഒക്കെ നല്ലതായിരുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. തരക്കേടില്ലാതെ പോയി. ഇന്ത്യൻ മാർക്കറ്റും കൂടി നന്നായാൽ ബാക്കിയെല്ലാം സന്തോഷകരമായി എന്നുള്ളതാണ്. യെസ് സർ, ഏതായാലും ഇതിപ്പോൾ നമുക്ക് മാർക്കറ്റിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ താരിഫിൽ നിന്നൊന്ന് വിട്ടുമാറി ഒരു ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു മറ്റൊരു താരിഫ് എന്നൊരു ഘടനയിൽ നിന്നുള്ള ഒരു ഫാക്ടറിൽ നിന്ന് മാറിയിട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ മാർക്കറ്റിലേക്ക് നോക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും തുടക്കത്തിൽ നല്ലൊരു സെൽ ഓഫ് വന്നിരുന്നു എങ്കിൽ പോലും അവിടെ നിന്നൊരു നേരിയ തോതിലൊരു ബൈയിങ് ഇപ്പോൾ കടന്നു വരുന്നുണ്ട്. 23,300 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ടും ഇൻഡെക്സിന് സാധിക്കുന്നുണ്ട്. സർ, ശരിക്കും ഇത്രയും ദിവസങ്ങൾ ഈ ഒരു ഏപ്രിൽ ആരംഭിച്ചപ്പോൾ നമ്മളിപ്പോൾ 14 ദിവസം കഴിഞ്ഞു. ഇത്രയും ദിവസവും ഇന്ത്യൻ മാർക്കറ്റിനെ നയിച്ചത് ട്രംപിൻ്റെ വാക്കുകൾ തന്നെയായിരുന്നു. ട്രംപിൻ്റെ ഒരു അനുകൂലമായിട്ടുള്ളൊരു അപ്ഡേറ്റ് വരുമ്പോഴേക്കും വലിയ തോതിലൊരു ഗ്യാപ്പ്, പിന്നീട് അവിടെ നിന്ന് നേരെ തീരുമാനങ്ങൾ മാറുമ്പോൾ തിരിച്ചൊരു ഗ്യാപ്പ് ഡൗണിലേക്ക് പോകുന്നു. അത്തരത്തിലൊരു അൺസർട്ടൺ ആയ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു കണ്ടിരുന്നത്. ഇന്നിപ്പോൾ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള നിലവിൽ പ്രത്യേകിച്ച് അപ്ഡേറ്റ്സ് ഒന്നും ഇല്ലാതെ തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇനി മുന്നോട്ടേക്കുള്ള മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് എങ്ങനെയായിരിക്കും? അനില, ഇത് നമ്മൾ ഇതേപോലെ തന്നെ ഒരു ദിവസം ഏപ്രിൽ 9 നമ്മൾ അന്ന് മാർക്കറ്റിൽ ഏതാണ്ട് മാർക്കറ്റ് ടെമ്പററി ബോട്ടമായി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലത്തെ ഷോയിലും ഞാൻ പറഞ്ഞിരുന്നു, സാധാരണ നമ്മൾ മാർക്കറ്റ് ടേംസിൽ പറയണമെന്ന് വെച്ചാൽ അങ്ങനെ ആരെങ്കിലും പ്രെഡിക്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് അങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈദർ ഹീസ് എ ലയർ ഓർ എ ഫൂൾ ഓർ ലക്കി. ഈ 3 ചാൻസ് അല്ലാതെ ഒരാൾക്ക് അത് കറക്റ്റായിട്ട് കിട്ടില്ലെന്ന് തന്നെയാണ്. മേ ബി വി ആർ ലക്കി. നമ്മൾ ചിലപ്പോൾ ലക്കി ആയതുകൊണ്ടായിരിക്കും ആ സമയത്ത് നമ്മൾ പറഞ്ഞു ടെമ്പററി ആയിട്ട് മാർക്കറ്റ് ഇവിടെ ബോട്ടം ഔട്ട് ആയി എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റിയിരുന്നില്ല. ബട്ട് ഈവൻ ദെൻ നമ്മൾ പറഞ്ഞു വരാനുള്ള നെഗറ്റീവ് ന്യൂസുകളൊക്കെ സിസ്റ്റത്തിലേക്ക് വരുന്നു, ഇനിയുള്ളത് പോസിറ്റീവ് ന്യൂസ് മാത്രമേ വരാനുള്ളൂ എന്ന് പറഞ്ഞു. ബട്ട് സബ്സിക്വൻ്റ് ആയിട്ടുള്ള എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ഒരു വാക്കും കൂടെ പറഞ്ഞു വെച്ചിരുന്നു, ഇതൊക്കെ ആണെങ്കിൽ പോലും ഒരു കോഷ്യസ് ഒപ്റ്റിമിസത്തോടു കൂടി വേണം മാർക്കറ്റിനെ ട്രീറ്റ് ചെയ്യാനെന്ന് നമ്മൾ എന്നും പ്രേക്ഷകരോടും നമ്മുടെ ഇൻവെസ്റ്ററോടും അല്ലെങ്കിൽ നമ്മൾ ഒരു കോമൺ പബ്ലിക്കിനോട് നമ്മൾ എന്നും പാസ് ചെയ്തിരുന്ന മെസ്സേജ് അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് അനില പറഞ്ഞില്ലേ, ഇത് തന്നെയാണ് മാർക്കറ്റിലെ പോസിറ്റീവ് നെഗറ്റീവ്. അതായത് ട്രംപിന് ഇപ്പോൾ ഒരു ദിവസം ട്രംപ് വരുന്നു, ടാരിഫ് വയ്ക്കുന്നു, ഇന്ന സെക്ടറുകളാണെന്ന് പറയുന്നു, പിറ്റേ ദിവസം വന്ന് അത് റിട്രാക്ട് ചെയ്യുന്നു, വേറെ സെക്ടറുകളാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ വേറെ സെക്ടറിലേക്ക് വരാമെന്ന് പറയുന്നു. ഇങ്ങനത്തെ ഒരു അൺസർട്ടനിറ്റി കൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് എന്തുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു കോഷ്യസ് ഓപ്റ്റിമിസം വേണമെന്ന് പറയാൻ കാര്യം എന്നറിയോ? ഇന്ത്യൻ മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യുന്നത് ഈ ന്യൂസുകൾക്ക് മാത്രമാണ്. ഏതെങ്കിലും സെക്ടറുകൾക്ക് ടാരിഫ് വച്ചു എന്നറിയുമ്പോൾ ആ സെക്ടറുകൾ കുത്തനെ താഴേക്ക് പോവുക, വേറെ ഏതെങ്കിലും സെക്ടറുകളിൽ ഞങ്ങൾ വയ്ക്കുന്നില്ല റിലാക്സേഷൻ എന്ന് പറയുമ്പോൾ ആ സെക്ടറുകൾ മുകളിലേക്ക് പോവുക എന്നിങ്ങനെയുള്ള സ്ഥിതിവിശേഷം വരുമ്പോൾ മാർക്കറ്റ് ആ ന്യൂസ് മാത്രം റെസ്പോണ്ട് ചെയ്യുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു കോഷ്യസ് ആയിട്ട് വേണം മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാനെന്നുള്ളൊരു മെസ്സേജാണ് നമ്മൾ കൊടുത്തത്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ജനങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇഗ്നോർ ചെയ്യാം. ഞാൻ പറയുന്നത് വെച്ചാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ത്രെട്ട് ഈ അമേരിക്കയിലോട്ടുള്ള എക്സ്പോർട്ടിന് അവിടെ ട്രംപ് വെച്ചിരിക്കുന്ന ടാരിഫ് അല്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം വെച്ചാൽ അതൊരു ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണ് നമ്മുടെ ടോട്ടൽ GDP-യുടെ. നമുക്കല്ലാതെ ഒരു വലിയ എക്കണോമി ഇവിടെ തന്നെ കിടപ്പുണ്ട്. അതേതാ? ഡൊമസ്റ്റിക് എക്കണോമിയാണ്. ഈ ഡൊമസ്റ്റിക് എക്കണോമിയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഇന്ന് ഇന്ത്യൻ ഗ്ലോബൽ സിസ്റ്റത്തിൽ അത് ഉണ്ട് എന്നുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ആലോചിക്കുക, ലോകത്തിലെ ഏറ്റവും ചീപ്പ് പ്രൊഡ്യൂസേഴ്സ് നേഷൻസ് ഏതാ? ചൈന, വിയറ്റ്നാം, ഇന്തോനേഷ്യ, കാംബോഡിയ, തായ്വാൻ, എങ്ങനെയുള്ള സൗത്ത് ഏഷ്യൻ കൺട്രീസാണ് അല്ലേ. ഇവർ കൂടുതലും ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് എക്കണോമിയാണ്. ആ എക്സ്പോർട്ട് ഓറിയൻറ്റഡിൽ അവർ നല്ലൊരു വിഭാഗവും US-ലേക്കാണ് അവർ പോകുന്നത് അല്ലേ. നല്ലൊരു എക്സ്പോർട്ട് US-ലേക്ക് പോകുന്നു. അവർ ആ US-ലേക്കുള്ള എക്സ്പോർട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആ കൺട്രികളിൽ ഈ എക്സസ് കപ്പാസിറ്റി കൺസ്യൂം ചെയ്യാനുള്ള സിറ്റിസൺസ് ഇല്ല. നമ്മൾ ചൈനയുടെ എക്സാമ്പിൾ തന്നെ പലപ്പോഴായിട്ട് നമ്മൾ ഈ ടാരിഫ് വന്നു പറഞ്ഞു, അവരുടെ GDP ഇപ്പോൾ ഒരു 100 ആണെങ്കിൽ അതിൻ്റെ 39% മാത്രമേ അവിടുത്തെ സിറ്റിസൺസ് യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി 61% അവർ ചീപ്പ് ലേബർ ഉപയോഗിച്ച് അവർക്ക് ബ്ലെസ്ഡ് ആയിട്ടുള്ള റെയർ മെറ്റീരിയൽസും റോ മെറ്റീരിയൽസും ഉപയോഗിച്ച് അവർ സബ്സിഡൈസ് ചെയ്ത ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിലൂടെ വളരെ ചീപ്പായിട്ടുള്ള പ്രോഡക്ട്സ്, ബാക്കി 61% വരുന്ന പ്രോഡക്ട്സ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഡംപ് ചെയ്താണ് അവരുടെ എക്കണോമി വളർന്നതെന്നുള്ള. അതിൽ അവർക്ക് US ആയിട്ട് ട്രേഡ് സർപ്ലസ് തന്നെയുണ്ട്, റൈറ്റ്. ഇന്ത്യയിലേക്കും മറ്റുള്ള രാജ്യങ്ങളിലും അവർ ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ ഈ വക രാജ്യങ്ങളിൽ എക്സസ് ആയിട്ടുള്ള കപ്പാസിറ്റി ഇനി എന്ത് ചെയ്യുന്നുള്ള, അതായത് US ടാരിഫ് വച്ചത് കാരണം അവർക്കുള്ള എക്സസ് കപ്പാസിറ്റി എന്ത് ചെയ്യും?
തീർച്ചയായിട്ടും അവർ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ അവരും മെമ്പർ ആയതുകൊണ്ട് അവർ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഡംപ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഡംപ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ലോക്കൽ ഡൊമസ്റ്റിക് എക്കണോമിയിലുള്ള കമ്പനികളെ അത് എഫക്റ്റ് ചെയ്യും. കാര്യം വെച്ചാൽ ഉദാഹരണത്തിന് നമ്മൾ സ്റ്റീൽ ഉണ്ടാക്കുന്നു, നമ്മളെക്കാളിലും വളരെ ചീപ്പായിട്ടാണ് ചൈനീസ് സ്റ്റീൽ. നമ്മൾ സ്റ്റീൽ ഉണ്ടാക്കി നമ്മുടെ കൺസ്യൂമേഴ്സിനും ഡൊമസ്റ്റിക് കൺസംഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചീപ്പായിട്ടുള്ള ഒരു സ്റ്റീൽ പുറത്തുനിന്ന് വരികയാണെങ്കിൽ ഇവിടെയുള്ള സ്റ്റീൽ ബയേഴ്സ് അല്ലെങ്കിൽ സ്റ്റീൽ റോ മെറ്റീരിയൽ ആയിട്ട് സ്റ്റീൽ ഉപയോഗിക്കുന്നവരെല്ലാവരും ചൈനീസ് സ്റ്റീലിനെ കൺസ്യൂം ചെയ്താൽ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സ്റ്റീൽ കമ്പനികളുടെ നില ഏത് രീതിയിലാവും എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ ഈ വക ടെൻഷനുകൾ മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് ഉണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ ഇന്ത്യൻ കമ്പനികളിലേക്ക് ബിസിനസ് എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഏർണിംഗ്സ് പെർ ഷെയർ കുറയും. ഏർണിംഗ്സ് പെർ ഷെയർ കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ അത് ഡീറേറ്റിംഗ് ആവപ്പെടും. അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ട്രംപിന്റെ ടാരിഫിനെ കാട്ടിലും ഡൊമസ്റ്റിക് എക്കണോമി ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന, അതേപോലെ എക്സ്പോർട്ട് സർപ്ലസ് ആയിട്ടുള്ള കൺട്രിയിൽ നിന്നുള്ള ഡംപിങ് ഫേസ് ചെയ്യാൻ പോകുന്നത് കാരണമാണ് നമുക്ക് ഈ പ്രോബ്ലം വരുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായി. ഈ ഒരു കാരണത്താൽ കൊണ്ടാണ് നമ്മൾ പല ഇൻവെസ്റ്റേഴ്സിനും നമ്മുടെ പ്രേക്ഷകരോട് നമ്മൾ ഒരു കോഷ്യസ് ഓപ്റ്റിമിസം പറയുമ്പോൾ നമ്മളൊരു ബ്ലൈൻഡ് ഫോൾഡറായിട്ട് നമ്മൾ കാര്യങ്ങൾ കാണുന്നത്. ഒറ്റ കണ്ണടച്ച് നമ്മൾ ടാരിഫ് അല്ലെങ്കിൽ ചൈനയുടെ സൈഡ് നിൽക്കുക, അല്ലെങ്കിൽ അമേരിക്കയുടെ സൈഡ് നിൽക്കുക, ട്രംപ് ചെയ്തത് ശരിയാണെന്ന് പറയുക, ഒരു കൂട്ടം ആൾക്കാർ ചൈന ചെയ്തത് മോശമാണെന്ന് പറയുക, ഡെയിലി വാട്സപ്പിൽ മെസ്സേജ് അയച്ച് സന്തോഷിക്കുക. ഇതൊന്നും നമ്മളെ പ്രോഫിറ്റ് ഉണ്ടാക്കില്ല. ഒരു സൈഡിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരു കാശും കിട്ടില്ല. റാഷണലായിട്ട് കോമൺ സെൻസിക്കലായിട്ട് അപ്രോച്ച് ചെയ്ത് ഇവിടെ പ്രോഫിറ്റ് ചെയ്യാവുന്ന രീതിയിൽ പൈസ കളയാതെ നമ്മൾ ഇവിടെ നിന്ന് ഒരു പ്രോഫിറ്റ് പതുക്കെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് ഒരു കൊല്ലത്തേക്ക് ആവശ്യമില്ലാത്ത പൈസ നമ്മൾ ഡിപ്ലോയ് ചെയ്താൽ മാത്രമേ നമുക്കിവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കുള്ളൂ എന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ കഴിയുന്നത് നമ്മുടെ പ്രേക്ഷകരെ നയിക്കുന്ന പാത്ത് ഇതാണ്. അതായത് നിങ്ങൾ ചൈനയുടെ സൈഡിൽ നിൽക്കേണ്ട, ചൈന ഭയങ്കരമായിട്ട് യു എസിന് തിരിച്ചു കൊടുത്തു, അല്ലെങ്കിൽ യു എസ് കാരണം ചൈന പതറിപ്പോയി, ഇതൊന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് കാശുണ്ടാവില്ല. അപ്പോൾ ഈഗോയും നമ്മുടെ ആ ഒരു ഓവർ കോൺഫിഡൻസും കോംപ്ലൈസൻസിയും ഒക്കെ മാറ്റിവെച്ച് നമ്മൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എവിടെ വച്ചിട്ടായിരിക്കും, തീർച്ചയായിട്ടും ഇത് മാർക്കറ്റിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് കോവിഡ് പോലെ. ബട്ട് അതേപോലെ നിങ്ങൾ ഒരു സൈഡിൽ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റ് അത്ര ചീപ്പുമല്ല എന്നുള്ളതാണ്. ഇന്ത്യൻ മാർക്കറ്റിലെ കമ്പനികൾ ട്രേഡ് ചെയ്യുന്ന വാല്യുവേഷൻ അത്ര ചീപ്പൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ സൂക്ഷിച്ച് വേണം മാർക്കറ്റിനെ ട്രീറ്റ് ചെയ്യാനെന്നുള്ളത് നമ്മൾ എന്നും ഇൻട്രൊഡക്ഷൻ ഇത് പറയുന്നത് വളരെ ക്ലീശയാണ്, നമുക്കറിയാം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് റെസ്പോൺസിബിൾ ചാനൽ എന്ന രീതിയിൽ നമ്മൾ ഈ വക സജഷൻസ് പറഞ്ഞു മുന്നോട്ട് പോകണം. അതിൽ എത്രത്തോളം നമുക്ക് ട്രോള് കിട്ടിയാലും എത്രത്തോളം നെഗറ്റീവ് മെസ്സേജ് കിട്ടിയാലും നമ്മൾ അതിൽ ചെയ്യേണ്ട, ബട്ട് ബിക്കോസ് വൺ ഡേ വി വിൽ ബി പ്രൂവ്ഡ് റൈറ്റ് എന്നുള്ളത്. സർ, അതിനോടൊപ്പം തന്നെ ഇപ്പം സർ ചൈനയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ തന്നെ ചൈനയുടെ GDP കണക്കുകൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു താരിഫിന് മുന്നോടിയായിട്ട്, അല്ലെങ്കിൽ താരിഫിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് വരുന്നതിന് മുന്നുള്ള മാർച്ച് വരെയുള്ള കണക്കുകളാണ് വന്നിരിക്കുന്നത്. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് രേഖപ്പെടുത്താനായിട്ട്, അതായത് ഈ ഒരു ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനങ്ങൾ നടത്തി ആ ഒരു എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല എന്നത് മാത്രമേ ഉള്ളൂ, പക്ഷെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ പോലും ഏകദേശം ഒരു 5.4% ഒരു എസ്റ്റിമേറ്റിനൊക്കെ ബീറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നമ്പേഴ്സ് പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവരുടെ എക്സ്പോർട്ടിലടക്കം ഒരു പ്രധാനപ്പെട്ട എക്സ്പോർട്ടിലടക്കം കാര്യമായിട്ടൊരു വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ നിലവിൽ കാര്യമായിട്ട് ചൈനയെ ബാധിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഔട്ട്ലുക്ക് മോശമായിട്ടാണ് നൽകിയിരിക്കുന്നത് ഇനി മുന്നോട്ടേക്ക് വരുന്നത്. അനിൽ, അതിനകത്ത് പറയേണ്ട ഒരു കാര്യം എന്നറിയോ, അതായത് നമ്മളിപ്പോൾ പല രീതിയിലും പല ക്വാർട്ടറുകളിൽ നിന്ന് നമ്മൾ കാണുന്ന മെസ്സേജ് ചൈനയോട് ട്രംപിന് കളിക്കാൻ പറ്റില്ല എന്നൊക്കെ. ഞാനിപ്പോഴും വിശ്വസിക്കുന്ന കാര്യം ട്രംപിൻ്റെ വളരെ വെൽ തോട്ട് ഔട്ട് പ്ലാൻ തന്നെയാണിത്. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. ഇതിൻ്റെ എല്ലാ നെഗറ്റീവ്സും റിസ്ക്കും ബോണ്ട് മാർക്കറ്റിലെ ഈ ഇമ്പെൻഡിങ് ആയിട്ടുള്ള റിസ്ക് ഇതൊക്കെ നമ്മൾ ആഘോഷിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും അവർ മനസ്സിലാക്കാത്ത കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ബോണ്ടൊന്നും എടുത്ത് ഒരു കൺട്രിക്കും അങ്ങനെ സെല്ല് ചെയ്യാൻ പറ്റില്ല. ലാർജസ്റ്റ് ബോണ്ട് ഹോൾഡർ എന്ന് പറഞ്ഞാൽ ജപ്പാനാണ്, റൈറ്റ്? ജപ്പാനായിട്ട് ഒരു നെഗോസിയേഷനിലേക്ക് പോയി ജപ്പാൻ ഇത് സെല്ല് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചൈന സെക്കൻഡ് ലാർജസ്റ്റ് ബോണ്ട് ഹോൾഡറാണ് US-ന്റെ. അതും വലിയ സംഭവിക്കാൻ പോലുള്ള കാര്യം. ചൈന ബോണ്ട് സെല്ല് ചെയ്യണമെങ്കിൽ അവരുടെ കറൻസിയായ റെൻബിൻബിക്ക് തന്നെയാണ് അത് പ്രോബ്ലം വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കണം. അപ്പോൾ നമ്മളിപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ബോണ്ട് മാർക്കറ്റ് കാരണം ട്രംപ് മുട്ടുമടക്കി എന്നുള്ളത്. നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ട്രംപ് ഈ ടാരിഫ് വച്ചത് മറ്റുള്ള രാജ്യങ്ങളെക്കാട്ടിലും അവർ ഏറ്റവും കൂടുതൽ ഉന്നം ചെയ്ത കൺട്രി ചൈനയും വിയറ്റ്നാമും തന്നെയാണ്. ചൈനയുടെ എക്കണോമിക് സിറ്റുവേഷൻ വളരെ മോശമാണെന്ന് പഠിച്ചിട്ട് തന്നെയാണ് ട്രംപ് ഇതിൻ്റെ ടൈമിംഗ്, അല്ലെങ്കിൽ ട്രംപിന് എന്തുകൊണ്ട് അടുത്ത കൊല്ലം വെച്ചുകൂടാ? ട്രംപ് വന്നുടൻ തന്നെ ചെയ്യാൻ കാര്യം എന്താ? അദ്ദേഹം ഇലക്ഷൻ ഒന്നും ഫേസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു ഇലക്ട്രേറ്റിന് വേണ്ടിയിട്ടോ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസിയെ അഡ്രസ്സ് ചെയ്യേണ്ട സമയമൊന്നും അദ്ദേഹത്തിനായിട്ടില്ല. എന്തുകൊണ്ട് അത് ചെയ്തു എന്നറിയോ? ഇപ്പോൾ ചൈന നമ്മൾ പറഞ്ഞല്ലോ, സബ്സിഡൈസ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് കൂടി ചീപ്പായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി അവരുടെ സിറ്റിസൺസിന് ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ കപ്പാസിറ്റി എല്ലാ സെക്ടേഴ്സിലും ഉണ്ടാക്കി മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഡംപ് ചെയ്ത് പോകുന്ന ഒരു എക്സ്പോർട്ട് ഓറിയന്റഡ് എക്കണോമിയാണ് ചൈന.
ചൈന വളരെ സേവിങ്സ് കുറച്ചായിട്ടുള്ള എക്കണോമിയും കൂടെയാണ്. അതുമാത്രമല്ല ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള കൺട്രി. അതായത് സ്റ്റീൽ ഡിപ്ലോയ് ചെയ്യുന്നു, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നു, ബുള്ളറ്റ് ട്രെയിൻ ഉണ്ടാക്കുന്നു, ബ്രിഡ്ജസ് ഉണ്ടാക്കുന്നു, സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ ഉണ്ടാക്കുന്നു. വളരെ വളരെ മാർവലസ് ആയിട്ടുള്ള ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, റിയൽ എസ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചറും അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവർ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ സർപ്ലസ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ കിട്ടുന്ന സർപ്ലസ് മണി ഉണ്ടല്ലോ, അവർ ഒരു വിധത്തിൽ US ബോൺസിലും US സ്റ്റോക്സിലും US റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിലും അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ട്രംപും അത് സൂചിപ്പിക്കുന്നുണ്ട്. ബട്ട് അത് കൂടാതെ ഇവരൊരു സെമി ക്ലോസ്ഡ് അക്കൗണ്ട് എക്കണോമിയാണ്. അത് കാരണം അവരൊരു നല്ല എമൗണ്ട് തിരിച്ച് അവരുടെ രാജ്യത്ത് തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. റൺമിൻബിയിൽ തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നറിയോ, അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഒരുപാട് ക്രിയേറ്റ് ചെയ്തു. രണ്ടാമത് റിയൽ എസ്റ്റേറ്റിൽ തന്നെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് അവർ നടത്തി, ചൈനീസ് ഗവൺമെന്റ്. ഇപ്പം എന്താ പറ്റിയത്, ആ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും വേണ്ട രീതിയിൽ ടേക്ക് ഓഫ് ചെയ്തില്ല. ബുള്ളറ്റ് ട്രെയിനിന് തന്നെ അതിനകത്ത് കൺസ്യൂമേഴ്സും യൂസേഴ്സും വളരെ കുറവാണ്. പല ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തതും വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ പോലും അത് വേണ്ട രീതിയിൽ ഈൽഡ് ചെയ്യുന്നില്ല. ഓഫ് കോഴ്സ് ഈൽഡ് ചെയ്യുന്ന ഒരുപാട് അസറ്റ്സ് അവർക്കുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഈൽഡ് ചെയ്തിട്ടില്ല എന്നുള്ളതും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് മാത്രമല്ല, ഒരു കൺസംഷൻ അവിടെ കുറവല്ലേ. അതായത് 100 ഉണ്ടാക്കുന്നെങ്കിൽ 39 കൺസ്യൂം ചെയ്യുന്നുള്ളൂ. എക്സ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ അവരിയ്ക്കുന്നത്. ബാക്കി 61 യൂസ് ചെയ്യാനായിട്ട് ആൾക്കാരില്ല. അതും മാത്രമല്ല, അവർ ഈ ഉണ്ടാക്കുന്നൊക്കെ ലേബർ ലോസ് ഒക്കെ വയലേറ്റ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. വളരെ വലിയ ചീപ്പ് ലേബറാണ് ചൈനയിലുള്ളത്. അവർക്കൊന്നും ഈ വക ബുള്ളറ്റ് ട്രെയിനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൺസ്യൂം ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പൊ ഈ പൈസ കംപ്ലീറ്റ് അവർ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. റിയൽ എസ്റ്റേറ്റും വേണ്ട രീതിയിൽ ടേക്ക് ഓഫ് ചെയ്തില്ല, അവരുടെ ഇൻഫ്രാസ്ട്രക്ചറും വേണ്ട രീതിയിൽ ടേക്ക് ഓഫ് ചെയ്തില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് കോവിഡിന് ശേഷം ചൈന അധികം തലപൊക്കാത്ത രാഷ്ട്രമാണ്. അധികം FIIയും FDIയും വന്നിട്ടുമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ US ഇതിപ്പോൾ ആര് ജയിക്കും എന്നുള്ളത് നമ്മുടെ ഒരു വിഷയമല്ല. ട്രംപ് ജയിക്കണേ ട്രംപ് ജയിച്ചോട്ടെ, ചൈന ജയിക്കണേ ചൈന ജയിക്കോട്ടെ. പക്ഷേ ചൈനയുടെ വളരെ വൾണറബിൾ ആയിട്ടും സെൻസിറ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഇത് ചെയ്തതെന്നുള്ളത് വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡ്മൻ സാക്സും മോർഗൻ സ്റ്റാൻലിയും ഒക്കെ ഇപ്പോൾ 5% മുകളിലത്തുള്ള വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഗ്രോത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇനിയുള്ളതൊക്കെ വളരെ ഡൗൺവേർഡ് റിവിഷനാണ്. 3ഉം 3.5ഉം ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം ട്രീറ്റ് ചെയ്യാൻ. ഇതിനകത്ത് ഇന്ത്യയുടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമ്മളിപ്പോൾ ലൈവ് അപ്ഡേറ്റ് എനിക്ക് തോന്നുന്നു 10 മണിക്ക് പോകണം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയണം. നമ്മൾ ഇന്ത്യ ഈ 1990s ഏർലി 1990s നരസിംഹറാവു ഗവൺമെന്റിന്റെ കീഴിൽ ശരിക്കും പറഞ്ഞാൽ അന്ന് നമുക്ക് ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ ക്രൈസിസ് ഉണ്ടായിരുന്നു. നമുക്ക് എക്സ്പോർട്ടിലേക്ക്, അതായത് എക്സ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള നമുക്ക് എക്സ്പോർട്ട് ഏതാണ്ട് 2 ആഴ്ച 3 ആഴ്ച കവർ ചെയ്യാനുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അതാണല്ലോ നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ IMFലേക്ക് നമ്മളൊരു ലോൺ ചോദിച്ചിരുന്നു. വേൾഡ് ബാങ്കിനും IMFനും നമ്മൾ ലോൺ ചോദിച്ചിരുന്ന സമയമാണ് ഈ ഏർലി 90s. അന്ന് ആ സമയത്ത് നമ്മുടെ അടുത്ത് വേൾഡ് ബാങ്കും IMFും ഒക്കെ നമ്മുടെ അടുത്ത് പറയുന്നത് വെച്ചാൽ നമ്മൾ ഫിസ്ക്കൽ ഓപ്പൺ അപ്പ് ചെയ്യണം, ഫിസ്ക്കൽ ഡെഫിസിറ്റ് നമ്മൾ ക്ലോസ് ചെയ്യണം, ഇങ്ങനത്തെ കുറേ കണ്ടീഷൻസ് പറഞ്ഞു. എന്നിട്ടാണല്ലോ നരസിംഹറാവുവിന്റെ കീഴിലുള്ള ഗവൺമെന്റ്, അദ്ദേഹം പ്രൈം മിനിസ്റ്ററും മൻമോഹൻ സിംഗ് ഫിനാൻസ് മിനിസ്റ്ററും ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ ആ വളരെ ഒരു ഡ്രീം ബഡ്ജറ്റ് എന്ന് നമ്മളെല്ലാവരും പറയുന്ന ഡ്രീം ബഡ്ജറ്റിലേക്ക് നമ്മൾ ഓഫ് കോഴ്സ് നമുക്ക് പ്രഷർ ഉണ്ടായിരുന്നു. IMFൽ നിന്നും വേൾഡ് ബാങ്കിൽ നിന്നും നമ്മൾ ടൈറ്റൻ ചെയ്തിട്ട് എക്കണോമി ഓപ്പൺ അപ്പ് ചെയ്യണം എന്നുള്ള ഒരു പ്രഷർ ഉണ്ടായിരുന്നപ്പോഴും വളരെ അതിനപ്പുറം ബോൾഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്ത് ഇന്ത്യൻ എക്കണോമി ഓപ്പൺ ചെയ്ത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഡീസെൻട്രലൈസ് ചെയ്ത് എക്കണോമി എന്താ പറയുക ഒരു ഗ്ലോബൽ എക്കണോമിയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വന്നത് നമ്മൾ എന്നും സ്വർണ്ണ ലിപികളിൽ എഴുതി വെച്ച ഒരു സമയമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അതിനകത്തുള്ള ഒരു നെഗറ്റീവ് നമുക്കിപ്പോൾ സൂചിപ്പിക്കാതിരിക്കാൻ വയ്യ. കാര്യം എന്നറിയോ, നമ്മൾ ഇതെല്ലാം ചെയ്ത് മുന്നോട്ട് പോയപ്പോഴും നമുക്കൊരു ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ് പോളിസി ഇല്ലായിരുന്നു എന്നുള്ള. ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ് പോളിസി നമ്മൾ ആ റെജീമിൽ നമ്മൾ എസ്പെഷ്യലി നരസിംഹറാവ് വി ഹാവ് എ ഹ്യൂജ് റെസ്പെക്ട് ഫോർ ദാറ്റ് റെജീം. ബട്ട് അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു വയ്ക്കാതിരിക്കാൻ പറ്റില്ല, ആ സമയത്ത് ഇൻഡസ്ട്രിയൽ പോളിസിയെക്കുറിച്ച് സക്സസീവ് ഇന്ത്യൻ ഗവൺമെൻറ്റ്സ് ആലോചിച്ചിട്ടില്ല എന്നുള്ള. ആ പാത്ത് തന്നെ നരസിംഹറാവുവിൻ്റെയും മൻമോഹൻ സിംഗിൻ്റെയും ആ പാത്ത് തന്നെയാണ് പിന്നെ വന്ന 1996 ഉണ്ടായിരുന്ന ഒരു ഗവൺമെൻറ് ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നു പോപ്പുലർ ഫണ്ട് ഗവൺമെൻറ് ആയിരുന്നു. IK ഗുജറാൾ, ഇന്ദർ കുമാർ ഗുജറാൾ പ്രൈം മിനിസ്റ്റർ ആയിട്ടും എനിക്ക് തോന്നുന്നു രാമകൃഷ്ണ, എൻ്റെ ഇഫ് മൈ മെമ്മറി സെർവ്സ് റൈറ്റ്, രാമകൃഷ്ണ ഹെഗ്ഡെ ആയിരുന്നു അന്ന് ട്രേഡ് ആൻഡ് കോമേഴ്സ് മിനിസ്റ്റർ. അവരുടെ അതായത് മൻമോഹൻ സിംഗിൻ്റെയും നരസിംഹറാവുവിൻ്റെയും അതേ പാത്ത് ലിബറലൈസേഷൻ ഫോളോ ചെയ്ത് അതായത് നമ്മൾ ഒരുപാട് കൺട്രികളിൽ നിന്നുള്ള ഇമ്പോർട്ടുകൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്തു, ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പറയുന്ന ഇൻഫർമേഷൻ ടെക്നോളജി എഗ്രിമെന്റ് ITA1 നമ്മൾ സൈൻ ചെയ്തു. ഈ ITA1 നമ്മൾ സൈൻ ചെയ്യണത് 1996 അവസാനത്തോടു കൂടി. 1997 നമ്മൾ ITA1 സൈൻ ചെയ്ത ഒരു പെർമനന്റ് മെമ്പറും ആയി നമ്മൾ മുന്നോട്ട് പറയും. ഇതിന്റെ പ്രോബ്ലം എന്താ, ITA1 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അല്ലെങ്കിൽ എഗ്രിമെന്റ് 1. അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ
എല്ലാ കൺട്രിയിൽ നിന്നുള്ള ഇമ്പോർട്ട്സ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള, അതായത് സെമി കണ്ടക്ടർ, ഇലക്ട്രോണിക്സ്, ചിപ്പുകൾ, ടെലികമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. ഇന്ത്യ ഒരു ഡംപിംഗ് മാർക്കറ്റ് ആവുകയായിരുന്നു. സത്യം പറഞ്ഞാൽ അതായിരുന്നു കാര്യം. ഇന്ത്യ ഇൻഡസ്ട്രിയൽ പോളിസിയോ സെൽഫ് റിലയൻറ്റോ ആവണതിന് പകരം നമ്മൾ വളരെ പ്രിമച്യൂർ ആയിട്ട് നമ്മൾ കയറി ITA-1 സൈൻ ചെയ്തു. ചൈനയും ടൈവാനും ഒന്നും സൈൻ ചെയ്തിട്ടില്ല എന്നുള്ളതാ. ചൈന എന്ത് ചെയ്തു? അവിടെ നിന്ന് അവരുടെ ഡൊമസ്റ്റിക് എക്കണോമിയിൽ ഈ വക ടെലികമ്മ്യൂണിക്കേഷൻ, സെമി കണ്ടക്ടർ, ചിപ്പ് മാനുഫാക്ചറിംഗിൽ അവർ ജയൻസ് ആയി മാറി. എന്നിട്ട് അവർക്ക് റോ മെറ്റീരിയൽ ഉണ്ടായിരുന്നു, ക്രിട്ടിക്കൽ മിനറൽസും അവരുണ്ടായിരുന്നു. അവർ എന്നാണോ സ്ട്രെങ്ത് ആയത് അതിനുശേഷം മാത്രമേ ITA-1 അവർ സൈൻ ചെയ്തുള്ളൂ. അപ്പോഴത്തേക്കും ഇന്ത്യ ഇതിൻ്റെ ഒരു നെറ്റ് ഇമ്പോർട്ടറായിട്ട് മാറി എന്ന് മാത്രമല്ല, ഗ്ലോബലി തന്നെ ചൈനീസ് ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് എക്യുപ്മെന്റ്സ് ഗ്ലോബലി തന്നെ 30% മാർക്കറ്റ് ഷെയർ അവരെടുക്കുകയും, എന്തിന് ഇന്ത്യയുടെ ഗവൺമെന്റിന്റെ പോലും ടെലികമ്മ്യൂണിക്കേഷന്റെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ 80% ചൈനീസ് പ്രോഡക്ട്സ് ആയിട്ട് മാറി എന്നുള്ള. സോ അന്ന് നമ്മൾ എന്താണോ പോസിറ്റീവായിട്ട് നമ്മളെ ലിബറലൈസേഷനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്, എല്ലാത്തിനും രണ്ട് വശം ഉണ്ടല്ലോ. മറ്റേ വശം എന്ന് വെച്ചാൽ ഈ ITA-1 പ്രിമച്യൂർ ആയിട്ട് നമ്മൾ കയറി സൈൻ ചെയ്തത് കാരണം നമ്മളിപ്പോൾ ഇന്ന് നോക്കൂ, ഈ വക കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്താ? നമ്മൾ ഈ പറയുന്ന പോലെ സോളാർ പാനലിന്റെ മോഡ്യൂൾസ് ഉണ്ടാക്കുന്നതിന് ഈ പറയുന്ന പോലെ റെയർ എർത്ത് മെറ്റീരിയൽസ് വേണം, അതേപോലെ ലിത്തിയം അയൺ ബാറ്ററിക്ക് വേണം, പിന്നെ ചിപ്പ് വേണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബേസിക് എന്ന് പറഞ്ഞാൽ ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ് GPUs ആണ് അല്ലേ? ഈ GPUസിന്റെ കാര്യത്തിലും സെമി കണ്ടക്ടർ ചിപ്സിന്റെ കാര്യത്തിലും എന്തിന് AC-യുടെ കംപ്രസേഴ്സിന് പോലും നമുക്കൊരു എക്സ്റ്റേണൽ എക്കണോമിയെ, ചൈന പോലത്തെയോ അല്ലെങ്കിൽ വിയറ്റ്നാം പോലത്തെയോ ഒക്കെ പോലെയുള്ള ഒരു എക്കണോമിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നത് നമുക്ക് വലിയ കഷ്ടമായി. നമ്മളിപ്പോൾ ശനിയാഴ്ച, ഇപ്പോൾ ഞാൻ ഇല്ലായിരുന്നു, ഞാൻ ഇന്നലത്തെ ഓപ്പണിംഗ് അവേഴ്സിലും ഇല്ലായിരുന്നു. ഞാൻ ഈ വീക്കെൻഡിൽ വായിച്ചത് എന്താ, ഇപ്പോൾ അനിലെ അറിയാം, നമ്മുടെ പ്രേക്ഷകർക്കും അറിയാം. അതായത് ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്ങിന്റെയും സെമി കണ്ടക്ടറിന്റെയും ചിപ്പിന്റെ കാര്യത്തിൽ ചൈനയോട് മൃദു സമീപനം US എടുത്തേക്കുന്നു. ഒരൊറ്റ കാര്യത്തിൽ, ഏതാണ്? നമ്മൾ ഈ പറഞ്ഞ ITA-1 സൈൻ ചെയ്ത നമുക്ക് ദോഷകരമായിട്ടുള്ള വന്ന് നമ്മൾ അന്ന് സൈൻ ചെയ്തില്ല, നമ്മൾ അതിന് പകരം സെൽഫ് റിലയന്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നമ്മൾ ഇമ്പാക്റ്റഡ് ആവൂല എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കേണ്ടു. അതാണ് ഇന്ന് ചൈനയുടെ സ്ട്രെങ്ത് ആയി മാറിയത്. ITA-1 വളരെ ഡിലേഡ് ആയിട്ട് സൈൻ ചെയ്യും, അവർ സെൽഫ് റിലയന്റ് ആക്കി ഫ്യൂച്ചർ ടെക്നോളജി അവരുടെ ഇൻഫാക്റ്റിൽ, അവരുടെ എക്സ്റ്റേണൽ അഫയേഴ്സിൽ, ഈ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, അവരുടെ കറണ്ട് അഫയേഴ്സ് ആൻഡ് ഫോറിൻ അഫയേഴ്സ് പോലും അവരുടെ മാനുഫാക്ചറിങ്ങിനെ ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് അവർ ആക്കിയിരുന്നത്. ഇപ്പൊ ഇന്ത്യ അത് റിയലൈസ് ചെയ്തിട്ട് PLI-യും പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ഒക്കെ നമ്മൾ വളരെ ലേറ്റ് ആയി എന്നുള്ള. ഞാൻ വീണ്ടും പറഞ്ഞു, 1990s നമ്മളും ചൈനയും തമ്മിൽ സെയിം GDP ആയിരുന്നു. അവിടുന്ന് ചൈന ഗ്രോ ചെയ്ത് എത്ര ടൈംസിലേക്കാണ് 16 ട്രില്യൺ എക്കണോമിയിലേക്ക്, നമ്മൾ 4 ട്രില്യൺ എക്കണോമിയിലേക്ക് നമ്മൾ വന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്നും തന്നെ നമ്മൾ ഈ സോഫ്റ്റ്വെയർ എക്സ്പോർട്സിന് നമ്മൾ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ഡിസഡ്വാൻറ്റേജും നമുക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടായെങ്കിലും നമ്മൾ മാനുഫാക്ചറിങ് സർവീസിൻ്റെ കാര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഉയർന്നു. ഫാർമ മാനുഫാക്ചറിങ്, IT മാനുഫാക്ചറിങ് ബന്ധത്തിലും മെർക്കൻഡൈസ് എക്സ്പോർട്സും മാനുഫാക്ചറിങ്ങിലും ഇൻഡസ്ട്രിയൽ പോളിസിയിലും നമ്മൾ താഴെ പോയി എന്നുള്ളത് ഒരു റിസ്ക് ആയിട്ട് തന്നെ നിലനിൽക്കുന്നതാണ്. നമ്മൾ ഇപ്പോൾ റീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ള ഒരു കാര്യം. സാർ, അതായത് ഇന്നത്തെ നമുക്കൊരു ടെക്നിക്കൽ സൈഡ് കൂടി ഒന്ന് നോക്കേണ്ടതുണ്ട്. നമുക്ക് ഇന്നത്തെ ഒരു ടെക്നിക്കൽ സൈഡുമായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് റിസർച്ച് ഡെസ്കിൽ നിന്ന് മുഹമ്മദ് സഫാനാണ്. സഫാൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അനില. ഇന്നത്തെ ഇപ്പം മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ തീർച്ചയായിട്ടും തുടക്കത്തിൽ നമുക്കൊരു ഹെവി ആയിട്ടൊരു സെൽ ഓഫ് കണ്ടിരുന്നു. ആദ്യത്തെ ഒരു 5 മിനിറ്റിലൊരു സെൽ ഓഫ് കണ്ടിരുന്നു എങ്കിൽ പോലും പിന്നീട് അവിടെ നിന്ന് തിരിച്ചൊരു റീബൗണ്ട് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് കാണുന്നത്. 23,350 എന്നൊരു ലെവലിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഒരു പുതിയൊരു ഇന്നത്തെ ഒരു ഡേ ഹൈ കൂടി ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ടെക്നിക്കലി ഈ ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ മൂവ്മെന്റ് സഫാൻ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നിഫ്റ്റി ഇപ്പോൾ ഫ്ലാറ്റ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റി ഹിസ്റ്റോറിക്കലി നമുക്ക് നോക്കുമ്പോൾ നിഫ്റ്റിയിൽ ഒരു നല്ലൊരു കറക്ഷനാണ് ഇപ്പോൾ നടന്നത്. ഒരു പാനിക് സെല്ലിംഗ് നടന്നത്. സാധാരണ ഇങ്ങനെ നിഫ്റ്റിയിൽ പാനിക് സെല്ലിംഗ് നടക്കുന്നതിന് മുമ്പ് ഒരു ഇൻസൈഡ് ബാർ ബ്രേക്ക് ഡൗൺ നടക്കാറുണ്ട് മാർക്കറ്റിൽ. ഇവിടെ ഓൾമോസ്റ്റ് April 2 ഇങ്ങനെ ഒരു സംഭവം നടന്നത്. അതിനുശേഷം ഒരു പാനിക് സെല്ലിങ്ങിന് ശേഷം നല്ലൊരു റാലിയാണ്, ഇപ്പോൾ വെർട്ടിക്കൽ റാലിയാണ് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിഫ്റ്റിയുടെ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് 23,137 എന്ന റേഞ്ച് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ റെസിസ്റ്റൻസായി 23,869 എന്ന ലെവൽസ് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. മാർക്കറ്റിൻ്റെ ഒരു ബെറ്റർ എൻവയോൺമെൻറ്റിന് ഏറ്റവും നല്ലത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു റേഞ്ചിൽ ഒരു സ്ട്രോങ് കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ നടക്കണമെന്നതാണ്. ഇപ്പോൾ ടെക്നിക്കലി നോക്കുമ്പോൾ 7th April നല്ലൊരു ബോട്ടം ഫോർമേഷൻ ക്യാൻഡിലാണ് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ ഒരു റേഞ്ചിൽ നിന്ന് ഇനി ഒരു അപ്സൈഡ് മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം കഴിഞ്ഞ കറക്ഷനിൽ മാർച്ചിൽ നടന്ന റാലിക്ക് ശേഷം നല്ലൊരു അപ്സൈഡ് റാലിയിൽ ടോപ്പിൽ നല്ലൊരു സ്ട്രോങ് വോളിയം വന്ന ഒരു നെഗറ്റീവ് ഇൻഡിക്കേഷൻ ആയിരുന്നു. എന്നാൽ ഈ ഒരു വെർട്ടിക്കൽ റാലിയിലും അങ്ങനെ ഒരു സ്ട്രോങ് വോളിയം മുകൾ ഭാഗത്ത് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ബെറ്റർ എൻവയോൺമെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം നമുക്ക് മാർക്കറ്റിൽ.
SF അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലെ കൂടി നോക്കണം. കാരണം ഇന്നലെ ഒരു പക്ഷേ ഒരു വലിയൊരു റാലിക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു സെക്ടറായിരുന്നു, ഹെവി വെയിറ്റ് സെക്ടറായിരുന്നു നിഫ്റ്റി ബാങ്ക്. ഇന്നും ഇപ്പോൾ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനേക്കാൾ ഒരു ഔട്ട് പെർഫോമൻസ് നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഏകദേശം ഒരു 370 പോയിന്റ്സിനടുത്ത ഒരു അപ്സൈഡ് മൂവ്മെന്റിലാണ് നിഫ്റ്റി ബാങ്കിൽ ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. നിഫ്റ്റി ബാങ്കിന്റെ ഒരു ടെക്നിക്കൽ വ്യൂ എന്താണ്? യെസ് അനില, ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ നിഫ്റ്റിയേക്കാൾ ടെക്നിക്കലി സ്ട്രോങ് ആണ്. അതായത് ഒരു ബോക്സ് പാറ്റേൺ ഏപ്രിൽ 1 മുതൽ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടുന്ന് ഒരു ഷെയ്ക്ക് ഔട്ടാണ് നടന്നത്. അതായത് സ്ട്രോങ് അക്യുമുലേഷൻ ഈ ഒരു ബോക്സിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ അടുത്ത റാലിക്ക് കുതിക്കുന്ന ഒരു ബാങ്ക് നിഫ്റ്റിയെ നമുക്ക് കാണാൻ കഴിയുന്നത് 52,200 ലെവൽസൊക്കെ ഈ ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു സ്ട്രോങ് സപ്പോർട്ടാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നിഫ്റ്റി ബാങ്കിലായിരിക്കും നിഫ്റ്റിയേക്കാളും നല്ലൊരു റാലി എക്സ്പെക്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. SF തിരിച്ചു വരാം. സുരേഷ് സാർ, ഇപ്പം നമ്മൾ ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു പക്ഷേ ഇപ്പോൾ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനെക്കാളൊക്കെ ഔട്ട് പെർഫോമൻസ് നടത്തുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്കിനെ സംബന്ധിച്ചിട്ടൊന്ന് എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം ഒരുപക്ഷെ ഇതേ ഫോറത്തിൽ നിന്ന് താങ്കൾ തന്നെ ഇൻസൈഡർ ട്രേഡിംഗ് അടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഇന്നലെ ഏപ്രിൽ 15-ാം തീയതി അവരുടെ ഇന്നലത്തെ ഒരു ഇന്റേണൽ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്ന കമ്മിറ്റിയുടെ റിപ്പോർട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണ് എന്ന് തന്നെയാണ് ഇന്റേണൽ കമ്മിറ്റി റിപ്പോർട്ടിലും ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, അന്ന് താങ്കൾ ഒരു പേര് വെളിപ്പെടുത്താത്ത മ്യൂച്വൽ ഫണ്ട്സ് എക്സിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ പേരുകൾ ഇപ്പോൾ വെളിച്ചത്തേക്ക് എത്തിയിരിക്കുകയാണ്. കോട്ടക് മ്യൂച്വൽ ഫണ്ടും അതിനോടൊപ്പം തന്നെ ക്വാൻ മ്യൂച്വൽ ഫണ്ടും കംപ്ലീറ്റ് ആയിട്ട് ഇൻഡസ്ഇൻഡ് ബാങ്കിൽ നിന്ന് എക്സിറ്റ് ആയിരിക്കുന്നത്. സർ, ഇൻഡസ്ഇൻഡ് ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് വിറ്റഴിയുന്നുണ്ട്, DIs വിറ്റഴിയുന്നുണ്ട്, FIs വിറ്റഴിയുന്നുണ്ട്, ഇവൻ മ്യൂച്വൽ ഫണ്ട്സ് അടക്കം വിറ്റഴിയുകയാണ്. പക്ഷേ പബ്ലിക്കിൻ്റെ കൈവശത്തേക്ക് ഓഹരികളുടെ ഒരു ഷെയർ ഹോൾഡിങ്ങിൽ നേരിയ ഒരു വർധനവും കാണുന്നുണ്ട്. ഇനി ഒരു ഇൻഡസ്ഇൻഡ് ബാങ്ക് ഓഹരികളൊരു ഭാവി എന്തായിരിക്കും? നമ്മൾ അന്ന് ഫോർച്ചുനേറ്റ് ആയിട്ട് നമ്മൾ അന്ന് ഇൻഡസ് ബാങ്കിന്റെ ഈ ഒരു ന്യൂസ് പുറത്തോട്ട് വന്നല്ലോ. അതായത് അവർക്ക് ഡെറിവേറ്റീവ് ഡെസ്കിൽ ഇങ്ങനത്തെ ഒരു ലോസ് വന്നു. അതൊരു 1520 കോടി എങ്ങാണ്ടാണ് അവർ അന്ന് പറഞ്ഞത്. അപ്പൊ നമ്മുടെ റിസർച്ച് ഡെസ്കിൽ കേദാർ പ്രഭുവിന്റെ ടീം നമ്മൾ ശരിക്കും പറഞ്ഞത് നമ്മൾ കൂടുതൽ ഡിഗ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, അതിനകത്തൊരു ഇൻസൈഡർ ട്രെയിനിങ് നടന്നിരുന്നു. അതായത് 2023-24 കാലഘട്ടത്തിൽ അതിന്റെ സിഇഒയും ഡെപ്യൂട്ടി സിഇഒ അതിനകത്ത് സെല്ല് ചെയ്തു എന്നും 2024-25 കാലഘട്ടത്തിൽ ഈ പറയുന്ന പോലെ ഒരു FIs ഭയങ്കരമായിട്ട് FIs മ്യൂച്വൽ ഫണ്ട് സെല്ല് ചെയ്യുകയും പബ്ലിക്കിന്റെ ഷെയർ ഹോൾഡിംഗ് അതിനകത്ത് കൂടുന്നതെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് നമ്മളത് ലൈവായിട്ട് മറ്റുള്ളവർ ചെയ്യുന്നതിന് എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്ത് കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞാണ് എക്കണോമിക് ടൈംസ് പോലും അത് ബ്രേക്ക് ചെയ്തു എന്നുള്ളത്. അത് ഇൻസിഡന്റലാണ്. നമ്മളെ സംബന്ധിച്ച് അത് ഉള്ള ഡേറ്റ തന്നെയാണ്. നമ്മൾ ചെകഞ്ഞപ്പോൾ നമ്മുടെ ഒരു റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് അത് കിട്ടി എന്നുള്ളത് കാര്യം തന്നെയാണ്. ഇതിനകത്തുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അറിയോ, ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുകയാണെങ്കിൽ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ സാറിന് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. അത് ഞാനിത് എന്തിനാണെന്നറിയോ, ഞാനിത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് വയ്ക്കും, ഇതൊരു ബാങ്ക് സ്റ്റോക്ക് മോശമാണെന്നോ അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്നല്ല. ബാങ്കിങ് സെക്ടർ ഇഷ്ടമില്ലാത്ത ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് പേര് അപ്പുറത്ത് വശത്തുണ്ട്. ഞാൻ അതിനകത്ത് വ്യക്തിപരമായി പെടുന്നു എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഞാൻ ബാങ്കിങ് സെക്ടർ എനിക്ക് ഇഷ്ടമല്ലാത്തതെന്നുള്ളത് ദി അതർ സൈഡ് ഓഫ് ദ സ്റ്റോറി എന്നാണ് ഞാൻ ജനങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് ഇത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ബാങ്കിങ് സ്റ്റോക്കുകളിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാത്ത കാര്യം. നമ്മളൊരു ബാങ്കിങ്ങിൻ്റെ ബാലൻസ് ഷീറ്റ് ഞാൻ ഒരുപാട് ഇപ്പം നമ്മുടെ സ്റ്റോക്ക് റിസർച്ചിൽ നമ്മൾ ഒരുപാട് കമ്പനീസിൻ്റെ ബാലൻസ് ഷീറ്റ് നമ്മൾ പഠിക്കാറുണ്ട്. ഓക്കെ, ഇപ്പോൾ L&T എന്ന് പറയുന്ന കമ്പനിയുടെയൊക്കെ ബാലൻസ് ഷീറ്റ് വായിക്കുമ്പോൾ നൂറ്റിക്കണക്കിന് സബ്സിഡറി കമ്പനിയുള്ള ഒരു കമ്പനിയാണ് ഈ L&T എന്ന് പറഞ്ഞാൽ. അവർക്ക് എല്ലാത്തിനും ബാലൻസ് ഷീറ്റ് ഉണ്ട്. നമുക്ക് എല്ലാ ബാലൻസ് ഷീറ്റൊന്നും വായിച്ച് ഈ സ്റ്റോക്കിനെ നമുക്ക് പഠിക്കാനും നോക്കൂല. ഇനി ഈ ബാങ്കിന് സാധാരണ ഈ ബാങ്കിനെ കുറിച്ച് പറയുമ്പോണ്ടല്ലോ, ഈ ബാങ്കിൻ്റെ പല ഓപ്പറേഷൻസ് നമ്മൾ പുറത്തറിയാറില്ല എന്നുള്ള. ഇപ്പൊ നമ്മൾ ഈ ഡെറിവേറ്റീവ് ഡെസ്കിനെ കുറിച്ച് മാർക്കറ്റിന് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. ഈ ഒരു ന്യൂസ് വന്നപ്പോഴായിരിക്കും അങ്ങനെ ഡെസ്ക് ഉണ്ട് എന്നുള്ളത് പോലും പബ്ലിക്കിലേക്ക് എത്തുന്നത്. സാധാരണ ഇതിനകത്ത് മാർക്കറ്റിൽ നമ്മൾ ബാക്കി എല്ലാ കമ്പനീസിനെ ഉണ്ടല്ലോ, നമ്മൾ പല സെക്ടറിലുള്ള കമ്പനീസിനെ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസിൽ നമ്മൾ വാല്യൂ ചെയ്യാറുണ്ട് അല്ലേ. പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസിൽ വാല്യൂ ചെയ്യാറുണ്ട്. പിന്നെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ, അസറ്റ് മൈനസ് ലയബിലിറ്റീസ്, ഇങ്ങനെ പല വാല്യൂഷൻ മെത്തേഡിൽ ചെയ്യുമ്പോഴും ബാങ്കുകളിൽ നമ്മൾ ചെയ്യുന്നത് പ്രൈസ് ടു ബുക്ക് എന്നുള്ള കൺസിഡറേഷൻ. അതായത് ബുക്ക് വാല്യൂവിന്റെ എത്ര ടൈംസ് പ്രൈസിലാണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. ബട്ട് ഈ ബുക്ക് വാല്യൂ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളത് പലപ്പോഴും മാർക്കറ്റിൽ നമ്മൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഇൻഡസ്ഇൻഡ് എന്ന് പറഞ്ഞ് ഇന്ത്യൻ ബാങ്ക്സ് മോശമാണെന്നല്ല, കഴിയുന്ന ഇന്ത്യൻ ബാങ്കിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് കാശ് ഉണ്ടാക്കണമെന്ന് ഇൻവെസ്റ്റേഴ്സിന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഞാൻ സാധാരണ വ്യക്തിപരമായിട്ട് കഴിയുന്നതും അത് അവോയ്ഡ് ചെയ്യാറാണ് സാധാരണ പതിവ്. ബട്ട് ഇൻഡസ്ഇൻഡ് ബാങ്കിനെ സംബന്ധിച്ചുള്ള പ്രോബ്ലം എന്ന് പറയും, ഇത് 1900+ എമൗണ്ട് ആണ് അവരിപ്പോൾ PwC ക്വാണ്ടിഫൈ ചെയ്തേക്കണേ. ഏത് ഡെസ്കിന്റെ
ഹെഡ്ജിങ് ഡെസ്കിന്റെ 1979 കോടി ഈ ഹെഡ്ജിങ് ഡെസ്കിന്റെ മാത്രം ഡെറിവേറ്റീവ് ഡെസ്കിന്റെ മാത്രം ഓഡിറ്റ് മാത്രമേ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് നടത്തിയിട്ടുള്ളൂ എന്നുള്ള. ഈ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിനെ കുറിച്ച് നമ്മൾ കേരളത്തിലൊരു നമുക്കൊരു നെഗറ്റിവിറ്റി ഉണ്ടല്ലോ, അറിയാലോ ഈ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്താണെന്നുള്ളത്. കേരള സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് PwCക്ക് അഗെയിൻസ്റ്റ് ഇവിടുത്തെ ഓപ്പോസിഷനും പറഞ്ഞു. അപ്പൊ അത്രമാത്രം ഉണ്ട് ഇവരുടെ ഓതന്റിസിറ്റി എന്നുള്ളത്. അപ്പൊ ഞാൻ ഇതിനെ PwCയെ കുറ്റം പറയുകയല്ല, പല കാര്യങ്ങളിലും ചില കാര്യങ്ങൾ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ആയിട്ട് വേണം നമ്മൾ എടുക്കാൻ. ഇപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ പ്രിമൈസസിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ഓഫ് കോഴ്സ് അത് ക്വാണ്ടിഫൈ ചെയ്തതിൽ സന്തോഷം. RBI കൂടെ ഇടപെട്ട കേസായതുകൊണ്ട് PwCയുടെ ഫിഗർ കറക്റ്റ് ആയിരിക്കുമെന്ന് വേണം വിശ്വസിക്കാൻ. ബട്ട് അങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു മാനേജ്മെന്റ് ബാൻഡ്വിഡ്ത്ത് CEO, ഡെപ്യൂട്ടി CEO അതിൻ്റെ ബോർഡിലുള്ളവർക്കും ഇത് ചെയ്യാമെങ്കിൽ വേറെ എവിടെയെങ്കിലും ഈ പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല എന്നുള്ളത്. ബട്ട് ഈവൻ ദെൻ ഞാൻ ഒരു കാര്യം പറയാം, ഇൻഡസ്ഇൻഡ് ബാങ്ക് ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. അവരെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല നമ്മൾ പറഞ്ഞത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു 15 to 17% അതിൻ്റെ ലോവർ ലെവലിൽ നിന്ന് അത് റീട്രേസ് ചെയ്തു അല്ലെ, ആ ഇഷ്യൂ വന്നു വെച്ചാൽ അതിൽ വളരെ സന്തോഷമായിട്ടുള്ള കാര്യം. ഞാൻ എല്ലാ കാര്യങ്ങളും അപ്പുറത്തെ വശം കൂടെ പറഞ്ഞു വെക്കുന്നത് രണ്ട് വശവും അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് വശം ചൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്കുള്ള ഫ്രീഡവും പ്രിവിലേജും ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ രണ്ട് വശവും അറിഞ്ഞ് മനസ്സിലാക്കി പോയത് നെഗറ്റിവിറ്റിയും പെസിമിസവും നമ്മൾ പറയുന്നതല്ല, സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ഞങ്ങളുടെ 25 കൊല്ലത്തെയും 30 കൊല്ലത്തെ എക്സ്പീരിയൻസിൽ എന്തൊക്കെ കാണുന്നുണ്ടോ അത് നമ്മൾ ഷെയർ ചെയ്തു എന്ന് മാത്രം. യെസ്, സൂരജ് സാർ, ഇപ്പോൾ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പൊതുവേ ഒരു പോസിറ്റീവ് ടോൺ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു അതായത് ഗ്ലോബൽ മാർക്കറ്റ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഇക്കോണമിയിൽ ധാരാളം ഫാക്ടേഴ്സ് നമ്മൾ സംസാരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇന്നലെ ഇപ്പോൾ CPI ഡേറ്റ പുറത്തു വന്നിട്ടുണ്ടായത് അൺഎക്സ്പെക്റ്റഡ് കുറവാണ് വന്നിരിക്കുന്നത്. ഒപ്പം ഇന്ത്യയുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് കണക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ട്സിൽ വലിയ തോതിലൊരു വർധനവും എക്സ്പോർട്ടിൽ നേരിയൊരു വർധനവും മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്തരം ഫാക്ടേഴ്സ് ഒക്കെ ഈ പറയുന്നൊരു താരിഫും ട്രംപിൻ്റെയും ഒക്കെ ആ വാക്കുകൾക്കിടയിൽ മങ്ങിപ്പോകുന്നൊരു സ്ഥിതിയാണ് കാണുന്നത്. ഈ ഫാക്ടേഴ്സ് ഒക്കെ ഈ ഒരു ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഇന്ത്യയുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയായിരിക്കും? അനിൽ, അത് പറഞ്ഞു വെക്കുന്നതിന് മുമ്പ് നമ്മൾ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ഒരു കാര്യം നമ്മൾ സമയപരിധി കൊണ്ട് നമ്മൾ പറഞ്ഞില്ല എന്നുള്ളൂ. എന്നിട്ടും അതിന്റെ CEO പറയുന്നത് Q4 അവർ നല്ല നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതാണ് ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദിസ് പ്രോബ്ലം. അതായത് ഞങ്ങളുടെ നെറ്റ്വർത്തിനെ മാത്രമേ ഈ ഡെറിവേറ്റീവ് ട്രേഡിലെ ലോസ് കൊണ്ട് നമുക്ക് പ്രോബ്ലം ഉണ്ടായിട്ടുള്ളൂ. അതായത് 2.5 അല്ലെ 2.35യുടെ ഹിറ്റാണ് നമ്മുടെ നെറ്റ്വർത്തിലേക്ക് വന്നത്. ബട്ട് നമ്മുടെ പ്രോഫിറ്റിനെ അത് അഫക്റ്റ് ചെയ്യുന്നതല്ല. വീണ്ടും സ്മാർട്ടായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും എന്നുള്ളൊരു ഗൈഡൻസ് കൂടെ ഇൻഡസ്ഇൻഡ് ബാങ്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ള. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എക്സ്പോർട്ട് ഫിഗേഴ്സ് വന്നു അല്ലെ, എക്സ്പോർട്ട് ഇമ്പോർട്ട് ഫിഗേഴ്സ് വന്നു എന്നുള്ളതാണ്. അതിനകത്ത് തീർച്ചയായിട്ടും നമ്മൾ എക്സ്പോർട്ട് മാർജിനലി ഹയർ, ഇമ്പോർട്ട് ഭയങ്കരമായിട്ട് കൂടിയതായിട്ടുള്ള ഫിഗർ വരുന്നത്. പക്ഷെ അതിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം വെച്ചാൽ അതെന്തുകൊണ്ട് വരുന്നു വെച്ചാൽ ഓയിലിൻ്റെയും അതുപോലെ ഗോൾഡ് നന്നായിട്ട് കയറി. നമ്മളിത് നന്നായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റമാണ്, റൈറ്റ്? അപ്പോൾ ഈ ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസിന്റെ വില നന്നായിട്ട് കയറി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇമ്പോർട്ടിന്റെ ഫിഗേഴ്സ് കുറച്ച് ഹൈ ആയിട്ട് കാണപ്പെടാനുണ്ട്. ഇവിടെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാം. ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ സംഭവിക്കുന്നത് അറിയോ, എക്കണോമിയെ സംബന്ധിച്ച് യാതൊരു പ്രോബ്ലം ഇല്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്താ, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൺട്രോൾഡ് ആണ്, ഫിസ്ക്കൽ ഡെഫിസിറ്റ് കൺട്രോൾഡ് ആണ്, ഗവൺമെന്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ലേ ചെയ്തിട്ടുണ്ട്, ഇൻഫ്ലേഷൻ കൺട്രോൾഡ് ആണ്, ഇൻട്രസ്റ്റ് റേറ്റ് താഴേക്ക് വരുന്നു, ഫോറക്സ് റിസർവ്സ് വളരെ അഡിക്വേറ്റ് ആയിട്ടുണ്ട്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഭേദപ്പെട്ട നിലയിലാണ്, ഗവൺമെന്റ് തീർച്ചയായിട്ടും എന്താ പറയുക ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് ആണ്, നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഫോറക്സ് റിസർവ്സ് ഉണ്ട്, നമുക്ക് ഗോൾഡ് നല്ല ശേഖരണമുണ്ട്, നമ്മുടെ ഗവൺമെന്റ് ഡെപ്റ്റ് വിത്തിൻ ലിമിറ്റ്സ് ആണ്, ബാങ്കുകൾ നന്നായിട്ട് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്, ബാങ്കിന് വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല, ബാങ്കിൻ്റെ NPA ഒക്കെ നമ്മുടെ നല്ല രീതിയിൽ വളരെ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അതുമല്ല കോർപ്പറേറ്റ് ബാലൻസ് ഷീറ്റുകൾ നല്ല സ്മാർട്ടാണ്, അവരും നന്നായിട്ട് ഡെപ്റ്റുകൾ കുറച്ചിട്ടുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് താഴേക്ക് വരുന്ന ഒരു സ്ഥിതിവിശേഷം കൂടെയാണ്. എക്കണോമിയെ സംബന്ധിച്ച് ഒരു സ്വീറ്റ് സ്പോട്ടാണ്. ഓഫ് കോഴ്സ് ഈ പറയുന്ന പോലെയുള്ള നമുക്ക് ഫേസ് ചെയ്യാനുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് US ട്രേഡ് ടാരിഫിൻ്റെ ഒരു നെഗോസിയേഷനിലേക്ക് നമ്മൾ വരും, അത് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം അതും നമ്മളെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. കാര്യം എന്നറിയോ, എല്ലാ രാജ്യങ്ങൾക്കും ഇത് ബാധകമാണ്. അപ്പം മറ്റുള്ളവനേക്കാളും നമ്മൾ സാധാരണ പറയുമല്ലോ, ഒരു സിംഹത്തിൻ്റെ ഇന്ന് ഓടി രക്ഷപ്പെടുമ്പോൾ നമ്മൾ സിംഹത്തിനേക്കാളും കൂടുതൽ സ്പീഡിൽ ഓടണ്ട, നമ്മൾ രണ്ടാമത് ഓടുന്നവനേക്കാളും സ്പീഡിൽ പോയാൽ മതി എന്ന കാര്യം. രണ്ടാമത്തവനെ എന്തായാലും സിംഹം പിടിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ അയാളെ വെട്ടിച്ച് ഓടിയാൽ മതി എന്നുള്ളത് പറയും പോലെ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും മാറി നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അമേരിക്കൻ ട്രേഡിൽ വലിയ പ്രോബ്ലംസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ജപ്പാനെയാണ് ഞാൻ ആദ്യം ഉറ്റുനോക്കുന്നത്. കാര്യം ജപ്പാനാണ് ഏറ്റവും ലാർജസ്റ്റ് ബോണ്ട് കയ്യിലുള്ള ഒരു ഈ പറയുന്ന പോലെ രാജ്യം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ജപ്പാൻ ആയിരിക്കും ഫസ്റ്റ്. മേ ബി ഇതൊക്കെ ഒരു സ്പെക്കുലേഷൻ ആട്ടോ, ഇതുപോലെ വരണമെന്നില്ല. മേ ബി US ആയിട്ട് ഒരു ട്രേഡ് ഡീൽ സൈൻ ചെയ്യുന്നത്, പിന്നെ മേ ബി ഇന്ത്യ ആയിരിക്കാം, യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും ഒക്കെ ആയിരിക്കാം പിന്നെ വരുന്ന കൺട്രീസ് എന്ന് പറഞ്ഞാൽ. ഏതായാലും ഓൾ ആർ കീൻ എക്സെപ്റ്റ് ചൈന US-ഉം രണ്ട് രീതിയിൽ എക്സ്ട്രീം കണ്ടീഷൻസിൽ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നില്ല. ബാക്കി എല്ലാവരും ട്രേഡ് ഡീൽ പോസിറ്റീവായിട്ട് എടുത്താണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമ്മൾ. ബട്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ഇന്ത്യ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ചീപ്പ് ഇമ്പോർട്ട്സ് ആണ്, ഡംപിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി തന്നെ ഇന്ത്യ ഉണ്ടാക്കി അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പോർട്ടുകളിൽ വരുന്ന സാധനങ്ങൾ കറക്റ്റായിട്ട് ട്രേഡ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണം എന്നുള്ള സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷനും കൂടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ബട്ട് ഈ പറയുമ്പോഴൊക്കെ തന്നെ ഒരു കാര്യം ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ പറയണം, ഞാൻ തെറ്റിക്കോട്ടെ എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. ഇന്ത്യൻ എക്കണോമി സ്വീറ്റ് സ്പോട്ട് ആണെങ്കിലും ബട്ട് അതിനെയൊക്കെ നന്നായിട്ട് ഡിസ്കൗണ്ട് ചെയ്ത് നിൽക്കുന്ന മാർക്കറ്റാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. തീർച്ചയായിട്ടും നമ്മൾ 26,000 ലെവലിൽ നിന്ന് 23,000 വന്നു എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ഇപ്പോൾ ജനങ്ങളുടെ ഒരു പ്രത്യേകത എന്നറിയോ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ കണ്ട കാര്യം വെച്ചാൽ ജനങ്ങളിപ്പോൾ മേടിക്കുമ്പോൾ ഇന്ന് അതിന് വാല്യൂ ഉണ്ടോ അല്ലെങ്കിൽ റീസണബിൾ വാല്യുവേഷൻസിലാണോ ട്രേഡ് ചെയ്യണമെന്ന് പലരും നോക്കാറില്ല. എല്ലാവരും ഞാൻ പറയുന്നില്ല, ഒരു പറ്റം ആൾക്കാർ നോക്കാറില്ല. പകരം അവരെന്താ നോക്കുന്നറിയോ, 52 വീക്ക് ഹൈ നിന്ന് എത്ര താഴെ പോയി, 52 വീക്ക് ഹൈ നിന്ന് 50% താഴെ പോയെങ്കിൽ ചീപ്പായല്ലോ എന്നുള്ള പ്രൈസ് ഒരിക്കലും നിങ്ങളുടെ വാല്യൂ സ്റ്റാൻഡേർഡ്സിനെ ഡിറ്റർമിൻ ചെയ്യില്ല എന്നുള്ളത് ഇൻവെസ്റ്റേഴ്സിനായിട്ട് നമ്മൾ തുടരെ പറഞ്ഞു. എന്തുകൊണ്ടാണ് ആ സ്റ്റോക്ക് അങ്ങനെ പോയെന്നും എന്തുകൊണ്ടാണ് താഴെ വന്നതിനുള്ള റീസൺ ഉണ്ട്. അതായത് എവറിത്തിങ് ഹാപ്പൻസ് ഇൻ മാർക്കറ്റ് ഫോർ എ റീസൺ. അതായത് ഒരു സ്റ്റോക്ക് 100 രൂപയിൽ നിന്ന് 50 രൂപയിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വൺ ഓഫ് ഇൻസിഡന്റ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ബട്ട് വാല്യുവേഷൻ ഡീറേറ്റിംഗ് ആണ് സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇന്നത്തെ നിലയിൽ 50 രൂപയ്ക്ക് ട്രേഡ് ചെയ്യാനുള്ള അർഹതയെ യോഗ്യതയെ അതിനുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് ഈ 52 വീക്ക് ഹൈ നോക്കാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പോകണം എന്നുള്ളതാണ് നമുക്കൊരു മെസ്സേജ് കൊടുക്കാനുള്ളത്. സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ത്യൻ നിഫ്റ്റിയുടെ PE നോക്കുകയാണെങ്കിലും അതിനകത്തുള്ള പല കമ്പനി ഇപ്പം നന്നായിട്ട് കറക്റ്റ് ചെയ്ത് നിൽക്കുന്നതാണല്ലോ FMCG സ്റ്റോക്സ്. എന്നാൽ പോലും FMCG സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ നിങ്ങൾ നോക്കുക, അത് വളരെ ചീപ്പായിട്ടൊന്നും നമുക്ക് കാണപ്പെടുന്നില്ല എന്നുള്ളതാണ്. പല സ്റ്റോക്കുകളും ഈ പറയുന്ന പോലെ ഒരു ചീപ്പ് സോണിൽ ട്രേഡ് ചെയ്യുന്നില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ എപ്പോഴും ഒരു സ്വേർഡായിട്ട് നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് വാല്യുവേഷൻ തന്നെയാണ്. മറ്റുള്ള കാര്യങ്ങൾ എക്കണോമി വളരെ വളരെ ബെറ്റർ പൊസിഷനിലാണ്. ട്രേഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന പോലെ US ആയിട്ട് സെറ്റിൽ ചെയ്യും. ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ടൊക്കെ റെസ്ട്രിക്ട് ചെയ്യാനും മറ്റുള്ള പുറത്തുനിന്ന് വരുന്ന ഡംപിങ്ങിനെയൊക്കെ നമുക്ക് ടാരിഫൊക്കെ വെച്ച് നമുക്ക് ഹാൻഡിൽ ചെയ്യാനും പറ്റും. ബട്ട് വാല്യുവേഷൻസ് ഇത് നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത് എന്നുള്ളതാണ്. ആ വാല്യുവേഷൻ അത്ര ചീപ്പല്ല എന്നുള്ള അടിസ്ഥാനത്തിലും ഫൗണ്ടേഷനിലും വേണം നിങ്ങൾ മാർക്കറ്റിനെ ട്രീറ്റ് ചെയ്യാൻ. എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നല്ല, ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബട്ട് യു നീഡ് ടു ഹാൻഡ് പിക്ക് ഇറ്റ്. അതായത് പണ്ടത്തെ പോലെ ഒരു സെക്ടറൽ ഒരു ഓപ്റ്റിമിസം അല്ലെങ്കിൽ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ഇന്ന സെക്ടറിന് ബെറ്റർ ആയിരിക്കാം, പവർ സെക്ടറിന് EVക്കൊക്കെ ബെറ്റർ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പോയിട്ട് കാര്യമില്ല എന്നുള്ളത്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇപ്പോഴത്തെ ആ ഡിസ്കഷൻ ഞാൻ നിർത്താം. അതായത് ഇപ്പോൾ ICICI ലോംബാർഡ് ഒരുമാതിരി നാട്ടിലുള്ള എല്ലാ ബ്രോക്കറേജും പറഞ്ഞു തരുന്നത് ഈ റിസൾട്ട് ഭയങ്കര ഗംഭീര റിസൾട്ട് ആയിരിക്കുന്നതാണ്. ഇപ്പൊ എന്താ അതിന്റെ ഫിഗേഴ്സ്? അപ്പൊ ബ്രോക്കേഴ്സിന് പോലും ഇത് തെറ്റാം എന്നുള്ളതാണ്. ഇവരാരും പറയുന്നത് കറക്റ്റ് അല്ല, ഞാൻ പറയുന്നതും കറക്റ്റ് അല്ല എന്നുള്ള. ടേക്ക് എവറിത്തിങ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. കാര്യം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാവരും ഓവർ ഓപ്റ്റിമിസം ഉണ്ടാക്കി അത് നന്നാവാം ഇത് നന്നാം. ഞാൻ വായിച്ചത് ഈ വീക്കെൻഡിലൊക്കെ വായിച്ചത് ഏർണിംഗ്സ് എസ്റ്റിമേറ്റ് ഉണ്ട്. അതായത് റിസൾട്ട് വരുന്നതിന് മുമ്പേ ബ്രോക്കറേജസ് അവരുടെ റിസർച്ച് അനലിസ്റ്റിനെ കൊണ്ട് മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ട് അവർ ഉണ്ടാക്കുന്ന റിപ്പോർട്ടാണെന്നാണ് പറയപ്പെടുന്നത്. ആ റിപ്പോർട്ടുകളിൽ ഭൂരിഭാഗം റിപ്പോർട്ടും പറയുന്നത് ICICI ലോംബാർഡ് എസ്പെഷ്യലി ബാങ്കിങ് മാറ്റിവെച്ച് ഫിനാൻഷ്യൽ മേഖലകളിൽ ഈ ഇൻഷുറൻസ് ആ സെക്ടർ ഉണ്ടല്ലോ, ആ സെക്ടറുകളിൽ ICICI ലോംബാർഡിന് നല്ല രീതിയിലുള്ള ഏർണിംഗ്സ് അപ്ഗ്രേഡേഷൻ ഉണ്ടാവുന്നതാണ് അവർ പ്രെഡിക്റ്റ് ചെയ്ത് ഫോർകാസ്റ്റ് ചെയ്ത പോലും. അതുപോലും ഇപ്പോൾ അസ്ഥാനത്തായിരിക്കുന്നു എന്നുള്ളത് അവരെ കുറ്റം പറയുകയല്ല. അങ്ങനത്തെ ഒരു സ്ഥിതി വിശേഷത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് എന്നുള്ള. കഴിഞ്ഞ കൊല്ലത്തെ റിസൾട്ടുകൾ നന്നായത് കാരണം ഹൈ ബേസ് എഫക്റ്റിൽ താഴെ വരാനുള്ള ചാൻസസും പല കമ്പനിക്കുണ്ട്. പക്ഷേ ഇതെല്ലാം ഇരിക്കുന്നത് വാല്യുവേഷനിലാണെന്നാണ് കാര്യം. ഈ ഏർണിംഗ്സിനെ ബേസ് ചെയ്തിട്ടാണ് ആ സ്റ്റോക്കിന്റെ വാല്യുവേഷൻ ഇരിക്കുന്നത് നമ്മൾ നോക്കുക. അപ്പോൾ വാല്യുവേഷനിൽ സ്റ്റോക്കിന്റെ ഏർണിംഗ്സിൽ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വാല്യുവേഷനിൽ ഡിപ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് വരുന്നതാണ്. ബട്ട് ഈവൻ ദെൻ ഇവിടെ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഒതുങ്ങിയിരിക്കുന്നുണ്ട്, പാത്തും പതുങ്ങിയിരിക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് നമുക്ക് ഹാൻഡ് പിക്ക് ചെയ്യേണ്ട സമയമായി. ബട്ട് വാച്ച്ഫുൾ ആയിട്ട് നിൽക്കുക, എല്ലാ ന്യൂസിലും എടുത്ത് ചാടാതിരിക്കുക എന്നുള്ള ഒരു ഇൻഫർമേഷൻ കൂടെ നമ്മൾ പറഞ്ഞു വെക്കണമെന്ന് മാത്രം. ചെറുപ്പം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ICICI ലോംബാർഡും ഒപ്പം തന്നെ മറ്റ് പ്രൊഡൻഷ്യൽ ലൈഫിൻ്റെ ഒക്കെ റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ICICI ലോംബാർഡ് പറഞ്ഞതനുസരിച്ച് തന്നെ ബ്രോക്കറേജിൻ്റെ ഇപ്പോൾ അവർ ആ ഒരു ഓൾറെഡി എസ്റ്റിമേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിന് ഒരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഈ റിസൾട്ട് താന്നു പോയത് അല്ലെങ്കിൽ മോശം റിസൾട്ട് വന്നത് ഓട്ടോ സെയിൽസിലുണ്ടായ ഒരു കുറവ് കാരണമാണ് ഈ ഒരു ICICI ലോംബാർഡിന് കാര്യമായ തോതിലൊരു പ്രകടനം നടത്താൻ സാധിക്കാത്തതെന്നാണ് ഇപ്പോൾ നുവാമേലെ അനലിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അതുകൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്ത് പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. സർ, ഏതായാലും റിസൾട്ടിലേക്ക് വന്നതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് റിസൾട്ട് സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. ഫൈനാൻഷ്യൽ റെൻഡിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും
ട്രംപും താരിഫും മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ ഉറ്റുനോക്കുന്നത് ഈ ഒരു കോർപ്പറേറ്റ് റിസൾട്ട് തന്നെയായിരിക്കും. അതിലാദ്യം TCS കഴിഞ്ഞ വീക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. TCSനെ സംബന്ധിച്ചിട്ട് ആ ഒരു പക്ഷേ TCSലും ഈ ഒരു റിസൾട്ട് അത്ര മികച്ചതായിരുന്നില്ല. അവരും പറഞ്ഞിരിക്കുന്ന കമ്പനി ബേസിക്കലി നല്ലതാണ്, പക്ഷേ ഈ മാക്രോ ഇഷ്യൂസ് കൊണ്ടാണ് അവർക്ക് മോശമായിട്ടുള്ള ഒരു നമ്പേഴ്സ് പബ്ലിഷ് ചെയ്യേണ്ടി വന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു കോർപ്പറേറ്റ് റിസൾട്ട്സിനെ ശരിക്കും നമ്മൾ അത്ര ഒരു ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് കാണേണ്ടതുണ്ട്, അങ്ങനെയാണ് മാറി മറിഞ്ഞ സാഹചര്യങ്ങളിൽ കൂടി കണക്കിലെടുക്കുമ്പോഴേക്കും? തീർച്ചയായിട്ടും ഒരുമാതിരി എല്ലാ മാർക്കറ്റ് കമന്റേറ്റേഴ്സും പറയുന്നത് Q4 അത്ര എൻകറേജിങ് ആവാൻ ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതൊരു ബേസിക് ഫൗണ്ടേഷൻ, ഒരു പ്ലേ ഗ്രൗണ്ട് എന്നുള്ള രീതിയിൽ അതിൽ നിന്ന് വേണം നമുക്ക് ആലോചിക്കാനായിട്ട്. ഇതിനകത്തൊരു പ്രത്യേകത എപ്പോഴും വരുന്ന കാര്യം എന്നറിയോ, നമ്മൾ എപ്പോഴും ഒരു സെക്ടർ റൊട്ടേഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിക്കും അല്ലേ. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഷേക്ക് ഔട്ട് കഴിഞ്ഞു ഇന്ത്യൻ മാർക്കറ്റിൽ. ഷേക്ക് ഔട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ജനറൽ സെയിങ് ഉണ്ട്, ഇതൊക്കെ നടക്കണമെന്നില്ല. ലീഡേഴ്സ് ഓഫ് ദ ലാസ്റ്റ് ബുൾ മാർക്കറ്റ് മേ നോട്ട് ലീഡ് ഇൻ നെക്സ്റ്റ് റാലി എന്ന് സാധാരണ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അതെന്തുകൊണ്ട് സംഭവിക്കണം എന്നുള്ളത്, ഈ സെക്ടർ റൊട്ടേഷൻ എന്തുകൊണ്ടാണ് വരണമെന്നറിയോ? ഇപ്പം നമ്മൾ കമ്പനി എക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കും. അത് കഴിഞ്ഞ കൊല്ലം ഇതേ സമയം, അതായത് Q4 2024 നല്ല റിസൾട്ട് കൊണ്ടുവന്ന് വയ്ക്കുക, 30 to 40% ഗ്രോത്ത് കൊണ്ടുവന്നു. ഇപ്രാവശ്യം അത് മിക്കവാറും വലിയൊരു ഏർണിങ്സ് കൊണ്ടുവരാൻ ചാൻസ് ഇല്ല. കാര്യം കഴിഞ്ഞ കൊല്ലം ഇയർ ഓൺ ഇയർ കമ്പയർ ചെയ്യുമ്പോൾ അന്ന് 40% ഓൾറെഡി ഗ്രോ ചെയ്ത് നിൽക്കുന്നതാണ്. അതിൻ്റെ മുകളിൽ ചിലപ്പോൾ നല്ല രീതിയിൽ കൊണ്ടുവരണം നിർബന്ധമില്ല. അങ്ങനെയുള്ള സ്റ്റോക്കുകൾക്ക് ചിലപ്പോൾ ഒരു ഡീ റേറ്റിംഗ് സംഭവിക്കാം. എന്നാൽ കഴിഞ്ഞ Q4 2024 Q4 മോശം റിസൾട്ട് കൊണ്ടുവന്ന കമ്പനികളുണ്ടാവും. ചിലപ്പോൾ ലോസ് കാണിച്ചതാണ്, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് 2% 3% മാർജിനൽ ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടായിരിക്കും. ആ കമ്പനീസ് ചിലപ്പം ലോവർ ബേസിസിൽ വളരെ വലിയ ചിലപ്പോൾ ഒരു പ്രോഫിറ്റ് ബമ്പപ്പ് അല്ലെങ്കിൽ ഒരു ഏർണിങ്സ് ബമ്പപ്പ് കാണിച്ചേക്കാം. അവിടെ ചിലപ്പോൾ ഈ കഴിഞ്ഞ സൈക്കിൾ 2022, 23, 24 കാലഘട്ടങ്ങളിൽ താന്ന് കിടക്കുന്ന പല സ്റ്റോക്കുകളുടെയും ഏർണിങ്സ് ബെറ്ററായി ചിലപ്പോൾ Q4 വന്നേക്കാം. അതായിരിക്കാം ചിലപ്പോൾ ആ സ്റ്റോക്കുകളിലേക്കുള്ള ഒരു ട്രിഗർ. എന്നിട്ട് അവിടെ നിന്നായിരിക്കും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ദേ മൈറ്റ് ത്രോ എ ഗുഡ് ഏർണിങ്സ് compared to those companies who have put in a better earnings last year. മനസ്സിലായി? അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ കൊല്ലം ഡിപ്രസ്ഡ് ആയിട്ട് കിടക്കുന്ന കമ്പനികളിൽ ഇന്ന് ഏർണിങ്സ് ഒരു ബമ്പപ്പ് കാണുമ്പോൾ ആ സ്റ്റോക്കിൽ റീ റേറ്റിംഗ്, നമ്മൾ നേരത്തെ ഡീ റേറ്റിംഗ് ആണ് പറഞ്ഞത്, ഈ സ്റ്റോക്കുകളിൽ റീ റേറ്റിംഗ് വരുമ്പോൾ സെക്ടർ പതുക്കെ റൊട്ടേറ്റ് ചെയ്ത് പൈസ മറ്റുള്ള സെക്ടറുകളിൽ നിന്നും മറ്റുള്ള സ്റ്റോക്കുകളിൽ നിന്നും ഇങ്ങനെ അടിച്ചു കിടക്കുന്ന കമ്പനികളിലും അവിടെ ഏർണിങ്സ് ബമ്പപ്പ് കാണിക്കുകയും ചെയ്യുന്ന കമ്പനികളിലേക്ക് റൊട്ടേഷൻ വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചേർത്ത് വെച്ച് നമ്മൾ പറയും എല്ലാത്തിനും ഒരു റീസൺ ഉണ്ട്. വൈ വി സേ ദാറ്റ് ലീഡേഴ്സ് ഓഫ് ദ ലാസ്റ്റ് ബുൾ മാർക്കറ്റ് മേ നോട്ട് ലീഡ് ഇൻ ദ നെക്സ്റ്റ് റാലി. ഇത് തന്നെയാണ് കാര്യം. ആ സെക്ടർ റൊട്ടേഷൻ സംഭവിക്കാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ആ കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിൽ വെച്ച് മാർക്കറ്റിനെ ട്രീറ്റ് ചെയ്യണം. ഏതായാലും എൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് കൂടി ഒന്ന് അറിയേണ്ടതുണ്ട്. ടെക്നിക്കൽ സൈഡുമായിട്ട് വീണ്ടും നമ്മളോട് സഫാൻ ചേരുകയാണ്. സഫാൻ, സഫാൻ, ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡാണ് ആദ്യം അറിയേണ്ടത്. കാരണം ഓൾറെഡി നമ്മൾ ഇൻഡസ്ഇൻഡ് ബാങ്കിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ഓഹരികളെ സംബന്ധിച്ചിട്ടൊരു പോസിറ്റീവ് ടോൺ തന്നെയാണ് നമുക്ക് കാണുന്നത്. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഒരു ടെക്നിക്കൽ ചാർട്ട് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇൻഡസ്ഇൻഡ് ബാങ്കിൽ ഇപ്പോൾ ഒരു 3.5% റാലി നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ലാസ്റ്റ് ഡേ ഒരു വോളിയം ബിൽഡപ്പ് ഉണ്ടായിട്ടുണ്ട്. അതായത് ലാസ്റ്റ് 10 ഡേയ്സിലുള്ള ഡൗൺ വോളിയത്തേക്കാൾ കൂടുതലായിരുന്നു ലാസ്റ്റ് ഡേ ഉണ്ടായിരുന്ന അപ്പ് വോളിയം. ഇന്ന് അതിനൊരു ഫോളോ ത്രൂ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സ്റ്റോക്കിൽ ഡെഡ് ക്യാറ്റ് ബൗൺസ് ആണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു സ്റ്റോക്കിൽ 28 ഫെബ്രുവരിയിൽ 28 ഫെബ്രുവരിയിൽ ഒരു സ്ട്രോങ് ആൻഡ് സെല്ലിങ് ഈ ഒരു സ്റ്റോക്കിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഡേൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യാതെ ഈ ഒരു സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റം ഇല്ല എന്നാണ് നമുക്ക് അനുമാനിക്കാൻ ചെയ്യേണ്ടത്. ഇന്നിപ്പോൾ ഈ ഒരു ഫോളോ ത്രൂ നടക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ബ്രേക്ക് ഡൗണിൽ കുറേ ഗ്യാപ്പ് ഈ ഒരു സ്റ്റോക്കിൽ ഫോം ചെയ്തിട്ടുണ്ട്. അത് ഫില്ല് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസാണ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്ക് ഒരിക്കലും ഒരു എൻട്രി കറണ്ട് ലെവൽസ് പ്രിഫറബിൾ അല്ല എന്ന് മാത്രമാണ്. പിന്നെ ഈ ഒരു സ്റ്റോക്ക് ഒരു ഗ്രോത്ത് സ്റ്റോക്കായിട്ടോ അല്ലെങ്കിൽ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് ഈ സ്റ്റോക്കിൽ പറയാൻ സാധിക്കുകയില്ല. ഇതൊക്കെയാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അപ്ഡേറ്റ്സ്. അതിനോടൊപ്പം തന്നെ ICICI ലൊംബാർഡിൻ്റെ ഒരു അപ്ഡേറ്റ് കൂടി ഒന്ന് ചോദിക്കുകയാണ്. കാരണം ICICI ലൊംബാർഡിനെ സംബന്ധിച്ചിട്ട് നിലവിൽ ആ ഒരു റിസൾട്ടിൻ്റെ ഒക്കെ ഒരു ഇമ്പാക്റ്റ് കാണുന്നുണ്ട്. ഒരു 1% മുകളിലൊരു ഡിവിലേക്കാണ് പോയിരിക്കുന്നത്. ICICI ലൊംബാർഡിൻ്റെ ഒരു ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്? ഈ ഒരു സ്റ്റോക്കിൽ എക്സാക്റ്റ് പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 2024 നല്ലൊരു സെല്ലിംഗ് നടന്നത്. അതായത് ഡബിൾ ടോപ്പ് സെല്ലിംഗ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ നടന്നത്.
അതിനുശേഷം ഈ സ്റ്റോക്ക് ഒരു സ്റ്റേജ് 4, അതായത് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫേസിലേക്കാണ് ഈ ഒരു സ്റ്റോക്ക് പോയത്. ഇപ്പോൾ ഈ സ്റ്റോക്കിൽ 2000 എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് മറികടക്കാതെ ഈ സ്റ്റോക്കിൽ ഒരിക്കലും ഒരു പോസിറ്റിവിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ. ഈ സ്റ്റോക്കിൽ ഇപ്പോൾ 11 ഏപ്രിലിൽ നല്ലൊരു വോളിയം സെല്ലിംഗ് കൂടി നടന്നുകൊണ്ട് അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇതിൽ സെൽ ഓഫ് നടക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ 2000 എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഈ സ്റ്റോക്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി ഉള്ളത്. കൂടാതെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇതിൻ്റെ ടോപ്പിലൊരു നല്ലൊരു സെല്ലിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയും ഈ ഒരു സ്റ്റോക്കിൽ റെസിസ്റ്റൻസായി ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. യെസ്, ഏതായാലും താങ്ക് യു സോ മച്ച് സ്റ്റെഫാൻ ഇത്രയും ഡീറ്റെയിൽസ് പങ്കുവച്ചിരുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ സർ, ഇപ്പം നമുക്കൊരു വളരെ പെട്ടെന്ന് നമ്മൾ അധികം ഡിസ്കസ് ചെയ്യാത്തൊരു ഏരിയ ആണ്. എന്നിരുന്നാൽ പോലും ടെമ്പററി ആണെങ്കിൽ പോലും ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ആയിട്ടുള്ള മറ്റൊരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപ അപ്രിഷിയേറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, ഒരു പക്ഷേ ഒരു ജനുവരി ഫെബ്രുവരി മാസമൊക്കെ പരിശോധിക്കുമ്പോൾ വലിയ റെക്കോർഡ് ലോയിലേക്ക് ഡോളറിനെതിരെ കൂപ്പുകുത്തുന്ന ഒരു സ്ഥിതിയായിരുന്നു കണ്ടത്. അവിടെ നിന്നൊരു ബൗൺസ് ബാക്ക് നടത്താനായിട്ട് ഇന്ത്യൻ രൂപയ്ക്ക് സാധിക്കുന്നത്. ഇതൊരു പോസിറ്റീവ് സൈഡ് ആണ് എങ്കിൽ പോലും ശരിക്കും രൂപ അപ്രിഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് എക്സ്പോർട്ടിനെ നെഗറ്റീവായിട്ട് ബാധിക്കില്ല, പ്രത്യേകിച്ചും ഈ ഒരു താരിഫൊക്കെ ഇത്രയും അൺസർട്ടനിറ്റി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ. അനില, ഇപ്പോൾ പേഴ്സണലി ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഈ ഗ്ലോബൽ മാക്രോസ് ഉണ്ടല്ലോ, അതായത് ഗോൾഡിൻ്റെ പ്രൈസ്, അല്ലെങ്കിൽ US ഡോളേഴ്സിൻ്റെ പ്രൈസ്, അല്ലെങ്കിൽ ക്രൂഡ്, അല്ലെങ്കിൽ യുവാൻ, അല്ലെങ്കിൽ യൂറോ, പിന്നെ യെൻ, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഗ്ലോബൽ എക്കണോമി എന്നുള്ള രീതിയിൽ പറയുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ അധികം ശ്രദ്ധിക്കാറില്ല. കാര്യം എന്നറിയോ, ഇതൊക്കെ ഈ ട്രേഡ് വാർ നടക്കുന്നതിൻ്റെ റിപ്പർക്കഷൻസ് ആണ്. മനസ്സിലായി? ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പം നമ്മൾ വേണമെങ്കിൽ കഴിഞ്ഞ ആഴ്ച ആലോചിക്കാമായിരുന്നു, അതായത് ക്രൂഡ് ഭയങ്കരമായിട്ട് താഴെ പോയി അല്ലേ, ഏതാണ്ട് $60 അതിന് താഴേക്ക് പോയി തോന്നും. അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ എക്കണോമി ഈസ് ആക്ച്വലി എ നെറ്റ് ഇമ്പോർട്ടർ ഓഫ് ക്രൂഡ് അല്ലേ. നമ്മൾ ക്രൂഡ് റോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. നമ്മളെ സംബന്ധിച്ച് ലോവർ ക്രൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സുകൾക്ക് വളരെ നല്ലതാണ്. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ആ പ്രൈസ് മാർജിൻ ഇൻക്രീസ് ചെയ്യും. കാര്യം അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയും, ക്രൂഡിന് വില കുറയണമെന്ന്. ബട്ട് അത് മുഖവരയ്ക്ക് എടുക്കാത്ത എന്തുകൊണ്ടെന്നറിയോ? എന്തുകൊണ്ടാണ് ക്രൂഡ് അന്ന് താഴേക്ക് വന്നത്? തീർച്ചയായിട്ടും ഒരു റിസ്ക് ഓഫ് ട്രേഡ് നടക്കുക, അല്ലെങ്കിൽ റിസ്ക് ഓഫ് ട്രേഡ് നടക്കുന്ന സ്ഥലത്ത് ലോകത്ത് ഒരു സ്ഥലത്തും ഈ പറയുന്ന പോലെ പൈസയ്ക്ക് കോൺഫിഡൻസ് ഇല്ലാതെ വരുമ്പോൾ, അതായത് US മാർക്കറ്റിൽ കോൺഫിഡൻസ് ഇല്ലാതെ വരുമ്പോൾ, ഓയിലിൽ കോൺഫിഡൻസ് ഇല്ലാതെ വരുമ്പോൾ, മറ്റുള്ള എക്കണോമിയിൽ കോൺഫിഡൻസ് ഇല്ലാതെ വരുമ്പോൾ, കറൻസിയിൽ കോൺഫിഡൻസ് ഇല്ലാതെയൊക്കെ വരുമ്പോൾ ആ പൈസ പെട്ടെന്ന് ഒരു ഇമ്മീഡിയറ്റ് ഫ്ലൈറ്റ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഗോൾഡിലേക്കാണ് പോകുന്നത്. ഗോൾഡ് അങ്ങനെ കയറുകയും മറ്റുള്ള അസറ്റ് ക്ലാസ്സസ് താഴേക്ക് വരിക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു നീജർക്ക് റിയാക്ഷനാണ് മാർക്കറ്റിൽ. അതിൽ നിന്ന് നമുക്കൊരു കൊല്ലത്തേക്കോ അല്ലെങ്കിൽ ഒരു 6 മാസത്തേക്കോ ഒരു എക്സ്ട്രാപോളേഷൻ നടത്തിയിട്ട് ഇത് നമുക്ക് ബെനിഫിഷ്യൽ ആണെന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അതേപോലെ തന്നെ ഈ കറൻസിയുടെ കാര്യത്തിലും ഈ ബോണ്ടിലെ സെല്ലിങ്ങും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഗ്ലോബലി US dollars have depreciated against most of the currencies including Indian rupee, right? അപ്പോൾ അത് കാരണമാണ് അത് മാറിയത് എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ എക്സ്പോർട്ട് US-ലേക്ക് വലുതായിട്ട് ഇല്ല. അപ്പോൾ ഈ പറയുന്ന പോലെ റുപ്പി അപ്രിഷിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസെൻറ്റീവ് അതിനകത്ത് ഇല്ല എന്നുള്ള. ബട്ട് എന്നെങ്കിലും നമ്മൾ ഈ ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ് നമ്മൾ US മാത്രമല്ല സൈൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആലോചിച്ചോളാം. BTA എഗ്രിമെൻറ്റ് നമ്മൾ US-ൻ്റെ കൂടെ സൈൻ ചെയ്യുന്നത് കൂടെ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ ട്രേഡ് ആൻഡ് കോമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയലും പറഞ്ഞിരുന്നു, നമ്മൾ EU ആയിട്ടും മറ്റുള്ള ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നിങ്ങനെ പോലുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസും മറ്റുള്ള കൺട്രീസും ആയിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലാർജർ സ്കെയിലിൽ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മളിത് കൺവേർട്ട് ചെയ്യാനാണ് ഇന്ത്യൻ ഗവൺമെന്റ് ശ്രമിക്കുന്നത് എന്നുള്ള പറഞ്ഞു വെച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും കാര്യങ്ങളൊന്ന് സെറ്റിൽ ആകുമ്പോഴത്തേക്കും മിക്കവാറും എനിക്ക് തോന്നുന്നു വീണ്ടും ഒരു US ഡോളർ അപ്രീസിയേഷൻ നടക്കുമ്പോൾ ഇന്ത്യൻ റുപ്പി താഴേക്ക് വന്നിട്ട് ഒരു എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ് വരാനുള്ള ചാൻസുകളുണ്ട്. ബട്ട് ഞാൻ ഈ പറയുന്ന ഇതൊക്കെ സ്പെക്കുലേഷൻ ആണ് കേട്ടോ, ഇതൊന്നും നടക്കണം നിർബന്ധമില്ല. പിന്നെ ഞാൻ കഴിയുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ സോൾലി ജനങ്ങൾ നോക്കുന്നത് ഈ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സിലേക്ക് അധികം തലയിടരുതെന്ന് ഞാൻ പറയുള്ളൂ. കാര്യം വെച്ചാൽ ഇതൊന്നും കൊണ്ട് നമുക്ക് ഒരു സ്ഥലത്തും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മളുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണ ₹1 എത്രത്തോളം റിട്ടേൺ കിട്ടുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്താ? നമ്മൾ 3 സ്റ്റെപ്പ് മാത്രമേ നമ്മൾ ഇൻവെസ്റ്റേഴ്സിനോട് സജസ്റ്റ് ചെയ്യുന്നു. ഒന്ന്, നിങ്ങൾ മാർക്കറ്റിൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തൊരു വ്യക്തിയാണെങ്കിലും ശരി, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന വ്യക്തിയാണെങ്കിലും ശരി, അല്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സൈഡ് ലൈൻസിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ 3 കാറ്റഗറി ഓഫ് ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഈ 3 പേരാണെങ്കിലും നിങ്ങളായിട്ട് അഡീഷണൽ ആയിട്ട് പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ സ്റ്റാഗേർഡ് ആയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. അതായത് ₹100 ഒറ്റയടിക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാതെ 10, 15, 20 ഇങ്ങനെ ഓരോ കറക്ഷനിലും ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട്, അത് താഴേക്ക് വരുന്നാലും മുകളിലേക്ക് വന്നാലും നിങ്ങൾക്ക് അത് ഒരു സ്റ്റാഗേർഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും ഉചിതം എന്നുള്ളത് ഒന്ന്.
രണ്ടാമത്തെ കാര്യം എന്താണ്, നിങ്ങൾക്ക് അടുത്ത ഒരു 1-1.5 കൊല്ലത്തേക്ക് വേണ്ടാത്ത പൈസ മാത്രമേ കൊണ്ടുവരാവുള്ളൂ. കാര്യം ഇങ്ങനെ അൺസർട്ടനിറ്റി നിൽക്കുന്ന സമയത്ത് അതാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് എന്നുള്ളത്. മൂന്നാമത് നമ്മൾ പറഞ്ഞു, ഫണ്ടമെന്റലി സ്ട്രോങ് ആയി മാർക്കറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള കമ്പനികൾ അണ്ടർ ഓൺഡ് ആയിട്ട് ഇത്രയും പോപ്പുലർ ആയിട്ട് നമ്മുടെ ലൈം ലൈറ്റിൽ നിൽക്കാത്ത സ്റ്റോക്കുകളായിരിക്കാം ചിലപ്പോൾ അതിനകത്ത് പെർഫോം ചെയ്യുന്ന അങ്ങനത്തെ സ്റ്റോക്കുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമ്മൾ 1 രൂപ പോലും കയ്യിൽ നിന്ന് പോവാതിരിക്കുക. നമ്മൾ ജനങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കണക്കെന്ന് പറയുന്നത് സത്യമാണ്. അറിയോ, 100 രൂപയുടെ സ്റ്റോക്ക് 50% താഴെ പോയാൽ അത് 50 രൂപയാവുള്ളൂ. ബട്ട് 50 രൂപയുടെ സ്റ്റോക്ക് 100 രൂപയാണെങ്കിൽ 100% റിട്ടേൺ വേണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പഴമക്കാർ പറയുന്നത് പൈസ ഉണ്ടാക്കാൻ പാടാണ്, പൈസ കളയാൻ എളുപ്പമാണ്. ഇറ്റ് ഈസ് മാത്തമാറ്റിക്കലി പ്രൂവൺ. 50% താഴെ വീണ ഒരു സ്റ്റോക്കിനെ തിരിച്ച് നിങ്ങൾക്ക് 100% റിട്ടേൺ ഉണ്ടെങ്കിൽ ആ കോസ്റ്റ് പ്രൈസിലേക്ക് വരുള്ളൂ എന്നുള്ളതാണ്. ആ ഒരു മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ അർത്ഥമാറ്റിക്സ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ആദ്യത്തെ സ്ട്രാറ്റജി 1 രൂപ പോലും പോവാതിരിക്കാനുള്ള സ്ട്രാറ്റജി ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ക്യാഷിൽ നിൽക്കാന്നല്ല, ട്രീറ്റ് ദ മാർക്കറ്റ് കെയർഫുള്ളി. നിങ്ങൾക്ക് പറ്റും. ഒരു കോമൺ മാൻ ആണ് ഏറ്റവും നല്ല ഇൻവെസ്റ്റർ എന്ന് പലപ്പോഴായിട്ടും FIIസിനെക്കാളും മ്യൂച്വൽ ഫണ്ടുകളെക്കാളും എന്നും തെളിയിച്ചിരിക്കുന്നത് കോമൺ മാൻ ആണ്. കോമൺ മാൻ ആണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പോലെ ഇപ്പോൾ രാകേഷ് ജുൻജുൻവാല കോമൺ മാൻ ആയിരുന്നു, രമേശ് ദമാനി, മനീഷ് ചൊക്കാനി, ഈ പറയുന്ന ഇന്ത്യയിലെ ഹൈ ക്ലാസ് ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും കോമൺ മാൻ ആയിരുന്നു. രാംദേവ് അഗർവാൾ, ദേ ഓൾ സ്റ്റാർട്ടഡ് വെരി സ്മോൾ, ബട്ട് അവർ വളരെ സെൻസിബിൾ ആയിട്ട് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്തു എന്നുള്ളതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്കും അതും പറ്റും. ഇതിനകത്ത് ഒരുപാട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ വാറൻ ബഫറ്റ്, ഈ വലിയ ആൾക്കാർ ഈ നമ്മുടെ കോട്ടുകളിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ അതിൽ പറഞ്ഞത്, ഇഫ് സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് ഓൾ അബൌട്ട് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ആൻഡ് ബാലൻസ് ഷീറ്റ്, then all the chartered accountants would have been the richest person on earth എന്നാണ്. അതൊരിക്കലും അല്ല. ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. മാർക്കറ്റിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണം നിങ്ങൾ കോമൺ സെൻസിക്കൽ അപ്രോച്ച് എന്നുള്ളതാണ്. മാർക്കറ്റിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, മണി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. അതായത് എനർജി പോലെ തന്നെ പൈസ ഉണ്ടാക്കുന്നുമില്ല, നശിച്ചു പോകുന്നുമില്ല. മണി ചേഞ്ചസ് ഫ്രം വൺ ഹാൻഡ് ടു അനദർ ഹാൻഡ്. ഒരു വ്യക്തിയുടെ ലോസ് ആണ് മറ്റുള്ളവരുടെ ഗെയിൻ എന്ന് പറയുന്നത്. മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നതെന്നല്ലോ, 99% ഓഫ് ദ പീപ്പിൾ ലൂസ് മണി ഫോർ ദ 1% ടു ഏൺ. 1% ആൾക്കാരാണ് ഇതിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. 99% ആൾക്കാർക്കും പ്രോഫിറ്റ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആലോചിക്കുക, വളരെ കോമൺ സെൻസ് ആയിട്ട് ആലോചിക്കുക, എന്താണ് ഈ 99% ആൾക്കാർ ചിന്തിക്കുന്നത്? അവരെല്ലാവരും ഒരുപോലെയാണ് ചിന്തിക്കുന്നത്. വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നതാണ് ഈ 1% എന്ന്. അവരാണ് അൾട്ടിമേറ്റ്ലി മാർക്കറ്റിൽ വിന്നേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി വരുന്നവരെ നിങ്ങൾ കാത്തിരിക്കുക എന്നുള്ളത് ക്യാഷിലിരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. നിങ്ങൾക്ക് മാർക്കറ്റിൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. ഹിഡൻ ജെംസ് ഒരുപാട് മാർക്കറ്റിലുണ്ട്. ബട്ട് കോമൺ സെൻസിക്കലായിട്ട് അപ്രോച്ച് ചെയ്താൽ നിങ്ങൾ തന്നെ ആ കഴിവുണ്ടെന്ന് ഞാൻ വീണ്ടും പറയുന്നു. കാര്യം സാധാരണക്കാരനാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നത്. വളരെ ക്ലോസ്ലി വാച്ച് ചെയ്യുക. ബ്യൂട്ടിഫുൾ വെൽത്ത് ക്രിയേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഔട്ട് ദെയർ. ലൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ ഈസ് ദെയർ എന്നുള്ളത്. അതുവരെ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക, മാർക്കറ്റിനെ ട്രീറ്റ് ചെയ്യുക. ഏതായാലും സുരേഷ് സാർ പറഞ്ഞു വെക്കുന്ന പോലെ ഒരു സ്മാർട്ടായിട്ടുള്ള കോമൺ മാന് മാത്രമേ ഈ ഒരു മാർക്കറ്റിൽ നിന്നൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് സുരേഷ് സാർ. ഏതായാലും ഇന്നത്തെ ഈ ഒരു ഓപ്പണിംഗ് അവേഴ്സ് എന്ന സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും ഒപ്പം തന്നെ മറ്റ് ഒപ്പീനിയനും ഒക്കെ ആയിട്ട് നാളെ രാവിലെ 9:30 വീണ്ടും മൈഫിൻ ഓപ്പണിംഗ് അവേഴ്സുമായിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.